നമ്മുടെ പാർലമെന്റിന്റെ ഉള്ളിലെ തീം എന്താന്ന് നോക്കിക്കേ, മയിലിന്റെ തീമാ. 888 സീറ്റാണ്, കൂട്ടി നോക്കി 6 കിട്ടും ഷൺമുഖൻ. ഓക്കെ, ഈ 8 എന്നുള്ളതിന് ഭയങ്കര എനർജി ഉണ്ട്. നോട്ട് നിരോധനം എന്നാ ചെയ്തെന്ന് ഓർമ്മയില്ല, നവംബർ 8 8 മണിക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെ യാദൃശ്ചികമാണോ അതോ ഒരു യാദൃച്ഛികാവാ, 2 യാദൃച്ഛിക, ഒരു കുന്ന് യാദൃച്ഛികള് യാദൃച്ഛികം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. താങ്കൾ എങ്ങനെയാണ് ശരിക്കും ഈ മുരുക ഭക്തനായി മാറിയത്? അതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവില്ല. ഇപ്പം നമ്മളിപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ആരുടെ ഭക്തനാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ തന്നെ ഭക്തനാണ്. ഞാൻ മൈസെൽഫ് ഈ സുജിത് ഭക്തൻ. ഈ മോദിജി നിങ്ങളുടെ ഭാഗമാണോ? ഞാൻ പറയണേ, അദ്ദേഹം ഉത്തരം പറ. മോദിജി നിങ്ങളുടെ ഭാഗമാണോ? എല്ലാ കാര്യം പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ പവർ സ്പിരിച്വാലിറ്റി പവറാ. അത് ഇന്ത്യ ഉപയോഗിക്കുമ്പോൾ സമയത്ത് ഇന്ത്യ ടോപ്പായിരുന്നു, ഉപയോഗിക്കാത്ത സമയത്ത് ഇന്ത്യ തകർന്നു. വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇന്ത്യ വീണ്ടും മേലേക്ക് കയറി തുടങ്ങി. അത് നമ്മൾ മനസ്സിലാക്കി പറ്റും. അത് സത്യമാണ്. അത് അന്ധവിശ്വാസമാണെന്ന് പറയണവർക്ക് പറയാം, പക്ഷെ അതൊരു ഫാക്റ്റാണ്. നമ്മുടെ വീട്ടിൽ പൂജാമുറി വെക്കണത് വടക്കഴിക്കാൻ പോലെ ഇന്ത്യയുടെ പൂജാമുറിയാണ് സിക്കിം. അവിടെ യതികൾ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് യാഗം നടത്തിയത് സ്പെസിഫിക് ആയിട്ട് 2 കാര്യത്തിൽ. ലോകം മുഴുവൻ ഭരിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക. ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറി. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാം ഇലുമിനാറ്റി. ഈ മുരുകൻ്റെ ഒരു ഇച്ഛ പ്രകാരം ഇനി വീണ്ടും ഇന്ത്യയിൽ തുടർഭരണം ഉണ്ടാവുമോ എന്ന പാർട്ടി എന്ന് പറയുന്നത്? ഞാൻ രാഷ്ട്രീയം പറയണില്ലേ, പക്ഷെ ഞാൻ ജിയോ പൊളിറ്റിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യ ഭരിക്കണമെങ്കിൽ നല്ല സ്പിരിച്വാലിറ്റി ഒരാൾക്ക് മാത്രമേ ഭരിക്കാൻ, അല്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും ഭരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാർട്ടഡ് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ചാർട്ടഡ് ഭക്തരിൽ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ടോപ്പിക്കുകൾ, സിനിമ, സാംസ്കാരികം, രാഷ്ട്രീയം, അങ്ങനെ പല പല ടോപ്പിക്കുകൾ, ഇൻക്ലൂഡിങ് മതം, അങ്ങനെ പല ടോപ്പിക്കുകളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനാണ് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക്ക്. മുരുകൻ എന്ന് പറയുമ്പോഴത്തേക്കിനും സാക്ഷാൽ ദേവസേനാപതി, ദേവസേനാപതി അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? യെസ്. അപ്പം മുരുകനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് മുരുകൻ സംഘടനയുണ്ട്. അതായത് LMRK എന്ന് പറയുന്ന ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു മുരുക സംഘടനയുണ്ട്. ആ മുരുക സംഘടനയുടെ ഫൗണ്ടറാണ് ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത് ശ്രീ രജിത് കുമാർ. വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. നമസ്കാരം. സുഖല്ലേ? സുഖമായിരിക്കുന്നല്ലേ? മുരുക സഹായിച്ച്. അപ്പോൾ അദ്ദേഹം മുരുകനെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അദ്ദേഹം എല്ലാം മുരുകനാണ്. മുരുക സംഘടനയാണ് LMRK എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ലയൺ മയൂര റോയൽ കിങ്ഡം? അതൊരു മുരുക ഭക്തരുടെ കൂട്ടായ്മയാണ്. മുരുകമാനെ പൂജിക്കുക, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇത് രണ്ടും കൂടി ചേർന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് LMRK. ഞാൻ ആക്ച്വലി താങ്കളുടെ ഒരു കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അതിൽ ഞാൻ ശരിക്കും ആദ്യമായിട്ട് കാണുന്നത് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. അത് കണ്ടത് ഞാൻ ആ സമയത്ത് കണ്ടു. അതിങ്ങനെ കുറച്ച് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു. പിന്നെ എനിക്ക് ഫുള്ള് കാണാൻ സമയം കിട്ടിയില്ല. ഞാൻ പിന്നെ വിട്ടുപോയി. പിന്നീടാണ് നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ചകളിൽ ശരിയാണല്ലോ, ഞാൻ ഈ വീഡിയോ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അന്നേരം ഞാൻ പിന്നെ അത് വീണ്ടും എടുത്ത് നോക്കി. പിന്നെ കുറേ അധികം വീഡിയോകൾ ഞാൻ കണ്ടു. ധാരാളം പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും ഒക്കെ പിന്നീട് താങ്കളുടെ എനിക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് തന്ന് ഞാൻ ചിലതൊക്കെ കാണാൻ സാധിച്ചു. അപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് മതം എന്ന് പറയുമ്പോഴത്തേക്കിന് 2 രീതിയാണ്. ഒന്നുകിൽ ഒരു ആൾ ദൈവമായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്രമം റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ ആരാണ്? ഇപ്പോൾ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇസ്കോൺ പോലെയുള്ള സംഘടനകൾ, കൃഷ്ണ കോൺഷ്യസ്നസ്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന. അതേപോലത്തെ ഒരു സംഘടനയാണോ നിങ്ങളുടെ ഈ LMRK എന്ന് പറയുന്നത്? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, മുരുകഭക്തൻ. ഒരു മുരുകഭക്തൻ. അതിന് മേലെ അതാണ് എൻ്റെ ഏറ്റവും വലിയ സിഗ്നേച്ചർ. ശരി. രണ്ടാമത് പറഞ്ഞൊരു കാര്യം ശരിയാണ്. മുരുകഭഗവാന്റെ ആ മഹത്വം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തതാണ്. ഒപ്പം ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരൊരു സമയം അതിന് ഈ സമയത്ത് നടക്കും. കാരണം ഇത് മുരുകയുഗമാണ്. അതാണ് അതിൻ്റെ അടിവരയിട്ട് പറയണത്. കലിയുഗമാണെന്ന് കേട്ടിട്ടുണ്ട്. കലിയുഗത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഷിഫ്റ്റാണ് അത്. ഓക്കെ. കലിയുഗത്തിനുള്ളിൽ വരുന്ന അത് ഷിഫ്റ്റ്. അത് കണക്ട് ചെയ്യണ 2-3 കാര്യങ്ങൾ വെച്ചാൽ, കാർത്തിക നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടം. അപ്പോൾ 2013 തൊട്ടാണ് ഇത് ആരംഭിക്കുക. മുരുകയും ആസ്ട്രൽ വേൾഡിൽ
നമുക്ക് ബോഡിക്ക് ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്, ഫിസിക്കൽ ബോഡി, ഒരു ആസ്ട്രൽ ബോഡി. ഉം. അതുപോലെ എർത്തിനും ഉണ്ട് ഒരു ഫിസിക്കൽ എർത്ത്, ആസ്ട്രൽ എർത്ത്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ തിയറിയാണ്. ആ ആസ്ട്രൽ എർത്തിൽ കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജി കൂടുതലായി വരികയും 2020 തൊട്ട് ഫിസിക്കൽ എർത്തിൽ മുരുകയുഗം ആരംഭിച്ചു എന്നാണ് നമ്മുടെ തിയറി, ഭഗവാൻ ഗ്രഹിച്ചു. ഓക്കെ. ശരിക്കും അതിനു മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ആ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് അറിയാം മുരുകൻ ആരാണ്. അതല്ലാതെ ജനറലായിട്ട് അറിയാത്ത ഒരാളെ പറ്റി മുരുകൻ ആരാണ് മുരുകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, മുരുകൻ, പിന്നെ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പല പേരുകളുണ്ടല്ലോ. ശരിക്കും ആരാണ് മുരുകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുക? അവിടെയാണ് ഒരു പ്രധാന ഒരു ഇത്. കാരണം നമ്മൾ ദൈവം എന്താണെന്നുള്ളത് പല ആൾക്കാർക്കും പലതാണ്. ചില ആൾക്കാർ ദൈവം ഒരു സ്റ്റേജാണ്, മനസ്സിൻ്റെ സ്റ്റേജ്. ശിവൻ എത്തിച്ചേരുക, മനസ്സ് ആ ലെവലിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി സഹസ്രാരത്തിലെത്തണ ഓരോ ദൈവങ്ങളുടെ എനർജിയാണ് ചിലവർക്ക് ബോഡിയുടെ സ്റ്റേജ്. ചില ആൾക്കാർക്ക് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമങ്ങൾ പറയാവുന്ന നമ്മളൊരു വഴികാട്ടിയായ ഒരാളാണ്. ഇവിടെ ഞാൻ പറയണത് ഞാൻ പറയണതല്ല കേട്ടോ, പല ലോകത്ത് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയണത് ദൈവം എന്ന് പറയുന്നത്, മുരുകഭഗവാൻ എന്ന് പറയുന്നത് ഭൂമിയിൽ വന്ന് ഇവിടുത്തെ ജനങ്ങളെ, ഔട്ട്സൈഡ് എന്ന് വന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ഭൂമിയിൽ ഒരു പുതിയ സംസ്കാരം തുടങ്ങിയ ആളാണ്. അദ്ദേഹം അവരുടെ നേതാവായിരുന്നു, അവരുടെ ഗുരുവായിരുന്നു, അവരുടെ സൈനാധിപനായിരുന്നു, അവരുടെ ദൈവമായി. ഇതെല്ലാം നടന്ന സ്ഥലം കുമാരികാണ്ഡം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അദ്ദേഹം അവർക്കൊരു ഭാഷ കൊടുത്തു, ആ ഭാഷയാണ് തമിഴ്. ഓക്കെ. അപ്പോൾ ശരിക്കും മുരുകൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പഴനി എന്ന് പറയുന്ന സ്ഥലത്താണ് മുരുകൻ്റെ പ്രധാന ക്ഷേത്രം ഉള്ളത് നമുക്കറിയാം. അപ്പം മുരുകൻ ശരിക്കും തമിഴനാണ്. തമിഴ് ഭാഷ, അത് ഞാൻ പറയുന്നത് ആള് പുറത്തുനിന്ന് വന്ന ആളാണ്. ഭൂമിക്ക് പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് കാർത്തിക നക്ഷത്രം എന്നുള്ളതിന്ന് വന്ന് ഇവിടെ ജനങ്ങൾക്ക്, ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി. മുരുകനെ ഫെർട്ടിലിറ്റി ഗോഡ് എന്ന് പറയും. പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾ, ലോകം മുഴുവൻ അതിൻ്റെ തുടർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാർത്തിക നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോലും പല രാജ്യങ്ങളിലും ഈ പ്ലീഡ് സ്റ്റാർ ക്ലസ്റ്ററിനെ കുറിച്ചിട്ട് പറയാം. അവിടെയും നമുക്ക് ചില അടയാളങ്ങൾ കിട്ടും. ജപ്പാനിൽ ഈ കാർത്തിക നക്ഷത്രങ്ങളുടെ കഥ അങ്ങേക്ക് അറിയോ എന്നറിയില്ല. അത് നമ്മുടെ പുരാണപ്രകാരം ശിവഭഗവാന്റെ തേജസ് അഗ്നിക്ക് കൊടുക്കുന്നു. അഗ്നിക്ക് താങ്ങാൻ പറ്റാണ്ട് സരവണ പുകയിൽ ഇടുന്നു. അതൊരു 6 താമരയിൽ 6 കുട്ടികളായി വരുന്നു. കാർത്തിക നക്ഷത്രങ്ങൾ വന്ന് അവർക്ക് പരിപാലിക്കുന്നു. അങ്ങനെ 6 കുട്ടികളും പാർവതിദേവി വരുമ്പോൾ ഒറ്റ കുട്ടിയായിട്ട് മാറും. അങ്ങനെ 6 മുഖവും ഒറ്റ കുട്ടി, അതാണ് ഷൺമുഖൻ. ഈ കാർത്തിക ദേവതകൾ പരിപാലിച്ച കാരണം കാർത്തികേയൻ എന്നൊരു പേരും കൂടിയുണ്ട്. ഇത് നമ്മുടെ പുരാണം. ഇനി ജപ്പാനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാനിൽ കാർത്തിക നക്ഷത്രങ്ങളുടെ പേര്, പ്ലീഡ് സ്റ്റാർ ക്ലസ്റ്ററിന്റെ പേരെന്താ അറിയാം? അങ്ങേക്ക് പ്രത്യേകം അറിയാൻ വഴിയുണ്ട്. സുബാറു. സുബാറു എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ ഒരു ബ്രാൻഡാണ്. സുബാരു സുബ്രഹ്മണ്യൻ. ഓക്കെ. അതായത് അവിടെയും ഈ കൾച്ചർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ആ വാഹന നിർമ്മാതാക്കളുടെ അവരുടെ ലോകം നോക്കി അറിയാം, 6 നക്ഷത്രങ്ങളാണ്. ഓക്കെ. ശരി. അത് നമ്മുടെ ബാത്തു കേവ്സിലുള്ള ക്ഷേത്രം അത് മലേഷ്യയിലുള്ളത്. അത് പക്ഷെ പിന്നീട് വളരെ വളരെ റീസൺ. ഇത് ഞാൻ ഒരുപാട് വർഷം മുമ്പത്തെ കാര്യം. അതിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ, ഈ ജപ്പാനിലെ ഈ ഒരു സംഭവം? അല്ല, ജപ്പാനിലെ ഈ കാർത്തിക നക്ഷത്രങ്ങൾക്ക് ഈ പേരാ പറയണം, സുബാരു, സുബ്രഹ്മണ്യം നിന്ന് വന്നിട്ടുള്ളത് അത്, ആ സുബാരു. അപ്പോൾ അവിടെ ഈ കൾച്ചർ ഉണ്ട്. അപ്പോൾ ഈ ലീഡ് നമ്മുടെ ഇവിടെ കുമാരികാണ്ഡം എന്ന് പറയണത് മഡഗാസ്കറിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിൽ കൂടെ ഓസ്ട്രേലിയ വരെ വ്യാപിച്ച് കിടക്കണ ഒരു ഭൂഖണ്ഡമായിരുന്നു. ഓക്കെ. അവിടെയാണ് തമിഴ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ സംഘകാലഘട്ടം അവിടെയാണ്. ഇത് ശരിക്കും 2 ഘട്ടമായിട്ട് ഇത് കാണാം. ഫിലിപ്പ് സ്ലേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ശാസ്ത്രജ്ഞൻ, വളരെ അടുത്തൊരു 200 കൊല്ലമൊക്കെ മുമ്പ് അദ്ദേഹം ഒരു റിസർച്ച് നടത്തി. അപ്പോൾ ലിമൂറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൃഗം മഡഗാസ്കറിലുണ്ട്, റിയൂണിയൻ ഐലൻഡിലുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഒരു ഫോസിൽ അതൊരിക്കലും ഈ ജീവി അങ്ങനെ സഞ്ചരിക്കില്ല. അപ്പോൾ ഇതെന്താ കാരണം? ആൾ റിസർച്ച് പറഞ്ഞിട്ടാണ് ആൾ കണ്ടുപിടിച്ചതാണ് ഇങ്ങനൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു ഇവിടെ, അത് മൺമറഞ്ഞു പോയത്. പക്ഷെ ഇതൊന്നും അറിയാണ്ട് അതിന്ന് ഒരു 5-6 നൂറ്റാണ്ട് മുമ്പ് തമിഴ് കാലഘട്ടത്തിൽ ഇതേ ഇടത്തിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ കുമാരികാണ്ഡം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സംഘകാലം. അപ്പോൾ 2 ആൾക്കാർ 2 ടൈം ലൈനിൽ ഇരുന്നിട്ട് ഒരേ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. അത് തമിഴ് അവിടെ നിന്നാണ് ആരംഭിച്ചത്, ഫസ്റ്റ് സംഘകാലഘട്ടം അവിടെ ആരംഭിച്ചതെന്ന് പറഞ്ഞു. ഇതാണ് മുരുകഭഗവാൻ എന്നുള്ളത്. ഇപ്പം നമ്മൾ അങ്ങ് പറഞ്ഞല്ലോ പഴനിയുടെ കാര്യം, 6 പട വീടുണ്ട്. അതാണ് 6 ക്ഷേത്രങ്ങൾ.
തമിഴ്നാട്ടിലാണ് ഉള്ളത്. പഴനി, തിരുച്ചെന്തൂർ തുടങ്ങിയ 6 ക്ഷേത്രങ്ങൾ. ശരിക്കും ഇത് മുരുകക്ഷേത്രങ്ങൾ, മുരുകക്ഷേത്രങ്ങൾ. പഴനി, തിരുച്ചെന്തൂർ, പിന്നെ തിരുത്തണി, ആ തിരുച്ചെന്തൂർ, സാമിമല, ആ, പഴമുതിർച്ചോല. പഴമുറിച്ചോല. ഓക്കെ. ആ ഈ 6 ക്ഷേത്രമാണ്. ഇത് ശരിക്കും അന്ന് കുമാരികാണ്ട സമയത്ത് ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നതാ. അവിടെ കുമാരികാണ്ടം വെള്ളം, അതായത് ഇത് കടൽ വിഴുങ്ങിയ ശേഷം, സുനാമി വന്ന് കടൽ വിഴുങ്ങിയ ശേഷം മൈഗ്രേറ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ വന്ന ആൾക്കാർ അവരുടെ ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ള സ്ഥലമാണ് ഈ 6 സ്ഥലം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6 ക്ഷേത്രങ്ങൾ എന്നല്ല പറയണേ, 6 പടവീട് എന്ന് പറയണേ, 6 ആർമി ക്യാമ്പ്. മുരുകവാൻ സേനാപതിയാണ്. മുരുകവാൻ്റെ 6 ആർമി ക്യാമ്പായിരുന്നു ലോകത്തിൻ്റെ പല സ്ഥലത്തുണ്ടായിരുന്നത്. ഈ 6 സ്ഥലത്ത് ഇന്നും നമ്മൾ പഴനിയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു രംഗമാണ് ശൂലം കുത്തി കാവടി എടുത്ത് തലകുത്തി മറിഞ്ഞ് വരുന്ന ആൾക്കാരെ കാണാം. ശരിക്കും ആക്ച്വലി അത് അന്നത്തെ കാലത്ത് വയ്യാപുരി എന്ന് പറഞ്ഞ കുമാരികാണ്ടത്തിൻ്റെ തലസ്ഥാനം. ആ തലസ്ഥാനത്തിൽ മുരുകവനെ കാണാൻ വേണ്ടി 6 ആർമി ക്യാമ്പിൽ നിന്ന് അവരുടെ പട്ടാളക്കാർ വന്ന റൂട്ട് മാർച്ചാണത്. അപ്പോൾ അവർ വരുമ്പോൾ റൂട്ട് മാർച്ച് ചെയ്യുമ്പോൾ വീരന്മാരല്ലേ, അവരുടെ പാട്ടുപാടി വരില്ലല്ലോ, അവരുടെ വീരത കാണിച്ചിട്ട് വന്ന് അവരുടെ ദളപതി കണ്ട് വണങ്ങിയിട്ട് തിരിച്ചു പോകും. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന ശൂലം കുത്തലും. ഇത് ശരിക്കും ഫസ്റ്റ് മിലിറ്ററി മാർച്ചായിരുന്നു അത്. അപ്പോൾ ഈ വയ്യാപുരി എന്ന് പറഞ്ഞാൽ, വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തലസ്ഥാനം എന്നർത്ഥം. പഴനിക്കുണ്ട് ആ പേര്, പഴയ പേരിൽ വയ്യാപുരി ഉണ്ട്. പഴനിക്ക് ലോകത്തിൻ്റെ തലസ്ഥാനം എന്നൊരു പേര് വരാൻ കാരണം അന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ വന്നിട്ട കാരണമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പഴയ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. അതൊരു തുടർച്ച നമുക്ക് ഇറാഖിൽ പോയാൽ കാണാം. അപ്പോൾ പോയിട്ടോന്ന് അറിയില്ല, യസീദുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ഇറാഖ് ഞാൻ പോയിട്ടില്ല. കുർദിഷ് മേഖലയിൽ ലാലിഷ് ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട് അവിടെ. ഓക്കെ. യാസ് സിദ്ധി എന്നതിന് ശരിക്കും അർത്ഥം തെക്കുന്ന് സിദ്ധിച്ചു വന്നവർ. അവരുടെ ദൈവം മയിലുമേരിക്കണം മാലാഖയാണ്. ഓ, അവർ മുരുകവാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടുന്ന് വിട്ടുപോയ കണ്ണികളാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ എനിക്കറിയാലോ, IS തീവ്രവാദികളൊക്കെ അവരെ കൊന്ന് ഭയങ്കര ഒരു ഇതിലാണ് അവരിയ്ക്കുന്നത്. അവർ യൂറോപ്പിൽ മുഴുവൻ ഉണ്ട്, അമേരിക്കയിലുണ്ട്. ഇവർ പുറത്തേക്ക് അതുകാരം പറയൽ കുറവാണ്. അവരൊക്കെ വെളിയിൽ പറയില്ല ഞാൻ യസീദിയാന്ന്. പക്ഷെ അവർ ആ ഗ്രൂപ്പ്, അവരുടെ അമ്പലമൊക്കെ ഹിന്ദു സ്റ്റൈലിൽ വിളക്ക് കത്തിക്കണതൊക്കെയാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് ഇവിടേക്ക് ഞാൻ ഈ അടുത്ത് ഒരു 5-6 മാസം മുമ്പ് പോയി. ലാലിഷ് ടെമ്പിളിലേക്ക് പോയില്ല, അർമേനിയയിലുണ്ട് ഇവരുടെ ടെമ്പിൾ. അത് റഷ്യയിലത്തെ ഒരാളുണ്ടാക്കിയത്, അതേ സെയിം ഇതിൽ. അപ്പോൾ ഞാൻ അർമേനിയയിലെ തലസ്ഥാനത്ത് ഇറാനിൽ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇത് 4-5 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ എൻ്റെ ലക്ഷ്യം, ഭഗവാന്റെ അനുഗ്രഹത്തിൽ എൻ്റെ ലക്ഷ്യം അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളും കണക്റ്റഡാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്ക് ലാലിഷ് ടെമ്പിളിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പോകാൻ കുറച്ച് റിസ്ക് പേടിയുള്ള കാര്യം ഞാൻ ഇവിടേക്ക് പോയി. ഇവിടെ അപ്പോൾ ഒരു ദിവസം പോണു, ഞാൻ ആ ലാലിഷ് ടെമ്പിളിൽ എത്തിയപ്പോൾ ഞാൻ അറിയണത് ഒരു പിറ്റേ ദിവസം ലോക യസീദി സമ്മേളനം അവിടെ നടക്കാൻ പോവാണ്. ഇറാഖിലത്തെ മുഖ്യ പുരോഹിതൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഭഗവാൻ നീ അങ്ങോട്ട് പോകണ്ട, നീ ഇവിടെ വന്നാൽ മതി, എല്ലാവരും ഞാൻ അവിടെ എത്തിക്കുക എന്നുള്ള ലെവലായിരുന്നു. ഞാൻ ആ സമ്മേളനത്തിൽ പിറ്റേ ദിവസം പോയി മയിലിന്മേലുള്ള മുരുകൻ്റെ പടം മുഖ്യ പുരോഹിതന് കൊടുത്തു. ഈ പടം കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും എന്നെ പൊതിഞ്ഞു. ഉമ്മ വയ്ക്കലും ഫോട്ടോയിലും ഉമ്മ വയ്ക്കലും ഭയങ്കര അവർ സത്യത്തെ തിരിച്ചറിയാമെന്ന് ഞാൻ കണ്ടു. അവർ എന്നിട്ട് അവിടെ ആ പുരോഹിതനെ പോലെ ഭയങ്കര മറ്റേ സുരക്ഷ ഇതിലുള്ളതാണ്. എന്നിട്ട് ആളെന്നെ കാണാൻ വന്നു. ഞാൾക്ക് ഫോളോ എടുത്ത് ആൾ എന്നെ ഇത് മേടിച്ചു കൊടുത്ത്, ഞാൻ ഇത് ഇറാഖിൽ ടെമ്പിളിൽ കൊണ്ട് വയ്ക്കുന്നു പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുരുകൻ ആരാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു സംസ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ദേവസേനാപതിയാണ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ആളാണ്. അതിൻ്റെ ഉപജ്ഞാതാവാണ്. കാർഷിക വിളകൾ എല്ലാ നാട്ടിലും കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കതിർവേല എന്നൊരു പേരും കൂടി ഉണ്ട് മുരുകന്. അപ്പോൾ അതാണ് ഞാൻ മുരുകനെ കുറിച്ചിട്ട് കുമാരികാണ്ടായിട്ട് ബേസ് ചെയ്ത് പറയാനുള്ളത്. ഈ മുരുകനും മയിലും തമ്മിലൊരു ബന്ധം വരാൻ കാരണം എന്താ? ശരിക്കും അതൊരു വാഹനം എന്നുള്ള കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരപത്മാസുരനെ വധിക്കുമ്പോൾ, അദ്ദേഹത്തിനെ വധിക്കലാണ് മെയിൻ ഉദ്ദേശമായിട്ട് വന്നത്. വധിച്ചു കഴിഞ്ഞപ്പോൾ സൂരപത്മാസുരൻ മയിലായിട്ടും കോഴിയായിട്ടും, അതായത് കോഴി കൊടിയടയാളം, മയിൽ വാഹനമായിട്ട് മാറി എന്നാണ് അതിൻ്റെ ഒരു കഥയിൽ. പക്ഷെ ഓൾറെഡി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ മയിലെന്ന് ഉദ്ദേശിക്കുന്ന ആ രൂപത്തിലുള്ള എന്തെങ്കിലും വാഹനമായിരിക്കാം. താങ്കൾ എങ്ങനെയാണ് ശരിക്കും ഈ മുരുക ഭക്തനായി മാറിയത്? അതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവില്ലേ? ഇപ്പം നമ്മളിപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ആരുടെ ഭക്തനാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ തന്നെ ഭക്തനാണ്. ഞാൻ മൈസെൽഫ് ഈസ് സുജിത് ഭക്തൻ. എൻ്റെ എല്ലാം ഭക്തനാണ്, ഞാൻ മൊത്തത്തിൽ ഭക്തനാണ്. അപ്പോൾ ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോവും. ഇവിടെ നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവും, പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവും, അങ്ങനെ
എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോവും. മുരുകൻ്റെ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ മുരുകൻ്റെ അമ്പലങ്ങൾ കുറവല്ലേ. നമ്മൾ കൂടുതലും ഈ കൃഷ്ണനെയും ശിവനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരല്ലേ കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലും. തമിഴ്നാട്ടിലാണല്ലോ കൂടുതലും ഈ മുരുക ആരാധന കൂടുതലായിട്ടുള്ളത്. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 12ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ടൂറ് പോയ സമയത്ത് കൊടൈക്കനാൽ പോവാ. കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് പളനി അമ്പലത്തിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ. ടൂറ് പോവാ കൊടൈക്കനാൽ പോകുന്ന 12ാം ക്ലാസ്സിൽ. സാറന്മാർ നിങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് പഴനി അമ്പലത്തിൽ കയറി. അത് ഭയങ്കര എക്സ്പീരിയൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിനോട് പോയപ്പോഴത്തേക്കിനും പഴനി അമ്പലത്തിൽ ക്ലാസ് ടൂർ ഇപ്പോൾ നടക്കുമോ, ഇപ്പോൾ പിള്ളേർ പോവും അങ്ങനെ. അപ്പോൾ അങ്ങനെ പഴനി അമ്പലത്തിൽ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വയസ്സ് 12 വയസ്സൊക്കെ പ്രായമായിരിക്കാം. ആ സമയത്ത് അച്ഛൻ്റെ അമ്മേടെയും കൂടെ വിഞ്ചിലൊക്കെ കയറി അവിടെ മേളിൽ പോയൊരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ഉണ്ട്. ഞാൻ ഭയങ്കര ഓട്ടമായിരുന്നു എന്നൊക്കെ അമ്മ എപ്പോഴും പറയും. അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സ്റ്റെപ്പിൽ എൻ്റെ ഒപ്പം ഓടിയെത്താനൊന്നും പറ്റിയില്ല, ഞാൻ ഭയങ്കര ഓട്ടമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അതെനിക്ക് ഓരോ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ പോയത് ഒരു 3-4 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ഒരു പോക്ക് സത്യം പറഞ്ഞാൽ വെറുത്തു പോയൊരു പോക്കായിരുന്നു. ഞാൻ ഇനി മേലാ പഴനി പോവില്ല എന്നും പറഞ്ഞുകൊണ്ട്. കാരണം അതുപോലെ വെട്ടീരും പറ്റീരും ചതിയും വരുന്ന ആൾക്കാരെ ഒരു ശകലം ഭക്തിയോടെ വരുന്ന ആൾക്കാരെ ഏതൊക്കെ തരത്തിൽ ചതിച്ച് കളിപ്പിച്ച് അവരെ പറ്റിക്കാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് അവിടെ ഉള്ള ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള ഭക്തിയും ഇല്ലാത്ത രീതിയിൽ ഇതിന് പ്രസാദം വാങ്ങിക്കാൻ പൈസ കൊടുത്ത് ബാക്കി തരുന്നവൻ വരെ പറ്റിക്കാൻ ഇരിക്കുന്ന ഒരു പറ്റീരിൻ്റെ കേന്ദ്രമായിട്ട് എനിക്ക് ഒരു മുദ്രകുത്തപ്പെട്ട ഒരു ക്ഷേത്രമാണ് പഴനി ക്ഷേത്രം എനിക്ക്. ഇനി തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. തിരുച്ചെന്തൂർ പോയപ്പോഴും സെയിം അനുഭവമായിരുന്നു. തിരുച്ചെന്തൂരില്ല, മറ്റേ കടൽ തീരത്തുള്ള സെയിം അനുഭവമായിരുന്നു. ക്യൂ നിൽക്കുന്നതിൽ മുതൽ അവിടെ എന്താണെന്ന് ഒരു ഭയങ്കര സ്കാം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പോട്ടെ, അത് അവിടുത്തെ ക്ഷേത്രങ്ങളുടെ രീതി. സോ എങ്ങനെയാണ് താങ്കളൊരു മുരുക ഭക്തനായി മാറിയത്? ലൈക്ക് ബീങ് എ മലയാളി, മുരുകൻ എന്ന് പറയുന്ന ഒരു ആ ഒരു ഇതിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് കേരളത്തിലും മുരുകഭക്തി ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ചത് മുരുകക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളാണ്. അദ്ദേഹത്തിന് മുരുകൻ ദർശനം കൊടുത്തു എന്നുള്ളൊരു കഥയുണ്ട്. മുരുകനെ കുറിച്ചിട്ട് ബാഹുലേശ്വരം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ചട്ടമ്പി സ്വാമികളും മുരുകഭക്തനാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ ആൾക്കാരൊക്കെ മുരുകഭക്തരാണ്. ഓട്ടോമാറ്റിക് 18 സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട സിദ്ധന്മാരുടെ ഗുരു മുരുകനാണ്. കാരണം ഈ ആത്മീയ മേഖലയിലുള്ളവരൊക്കെ ഗുരുവായിട്ട് മുരുകനെ കാണിക്കും. കാരണം ജ്ഞാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അറ്റം എന്നുള്ള ലെവലിൽ അദ്ദേഹത്തെ ഗുരുവായിട്ട് കാണും. എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 28 വയസ്സ് വരെയൊക്കെ, 28 32 വയസ്സ് വരെയൊക്കെ നോർമൽ ഇതായിരുന്നു. പിന്നെ ഭഗവാൻ തന്നെ വിളിച്ചിട്ടാണ് ഞാൻ മുരുകനാണത്. അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളിലൂടെ ചില നിർദ്ദേശങ്ങൾ തരുന്നു. ആ നിർദ്ദേശങ്ങൾ പഴനിമലയായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പഴനിമലയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭോഗർനാഥർ സിദ്ധർ എന്ന് പറഞ്ഞ സിദ്ധരാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. 18 സിദ്ധന്മാരിലെ ഒരാളാണ്. നമ്മുടെ അദ്ദേഹത്തിന് ഗുരു കാലകിനാഥർ സിദ്ധരാണ്, ശിഷ്യൻ പുൽപ്പാണി സിദ്ധരാണ്. ഈ 18 സിദ്ധന്മാരിൽ ഈ നാദർ ട്രഡീഷണൽ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഗോരക്കർ നാദർ എന്ന് പറഞ്ഞ സിദ്ധരുണ്ടായില്ല, ആ പരമ്പരയിലാണ് യോഗി ആദിത്യനാഥ്. അതിലത്തെ മഠാധിപതിയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ ഈ നാദർമാർ ട്രഡീഷണൽ ആൾക്കാർ കൂടുതൽ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് അമർനാഥ്, കേദർനാഥ്, പശുപതിനാഥ് എന്നൊക്കെ പേര് വരാൻ പോലും കാരണം. ഈ അതിൽ പ്രധാനപ്പെട്ട ഭോഗനാഥ സിദ്ധർ എന്ന് പറഞ്ഞാൽ, സിദ്ധർ എന്ന് പറഞ്ഞൊരു പ്രത്യേകത പറഞ്ഞാൽ മഹർഷിമാരുടെ വ്യത്യാസമായിട്ട് സയൻസും കൂടി ഹാൻഡിൽ ചെയ്യും. ഔഷധം, സയൻസ്, യോഗ, മെഡിറ്റേഷൻ എല്ലാം കൂടി. ഇദ്ദേഹം ഒരു വിഗ്രഹം പണിയണത് അതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഒരു കാര്യമായിട്ടാണ്. ഇദ്ദേഹം ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹം ചൈനയിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് വട്ടം. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. മെക്സിക്കോ സൈഡ് പോയിട്ടുണ്ട്. ചൈനയിലെ ലാവോട്സു എന്ന് പറഞ്ഞ പേരിൽ താവമതം സ്ഥാപിച്ചത് ഇദ്ദേഹം എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. താവമതം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയാണ് താവോ തേച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അതിൽ മെയിൻ പറയണത് നമ്മുടെ ജീവിതം ഒരു ഇല മരത്തിൽ നിന്ന് വീണത് എങ്ങനെയാണോ അങ്ങനെ ആവണമെന്നാണ്. അതിനൊരു താളമുണ്ട്, താളക്രമമുണ്ട്, വളരെ സ്മൂത്തായിട്ട് വന്ന് ലാൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ പ്രകൃതിയിലേക്ക് ലാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പലവട്ടം ചൈനയിൽ പോയിട്ട് ചൈനീസ് കെമിക്കലും കൂടി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഔഷധ കൂട്ടി ചെയ്തിട്ടാണ് 9 വിഷമാണത്. 9 വിഷം കൂടിയിട്ട് സ്പെഷ്യലായിട്ട് അത് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഔഷധമായിട്ട് മാറും. ഗ്രാനൈറ്റിൽ നിന്ന് കടുപ്പായി മാറും. അങ്ങനെ ഒരു വിഗ്രഹമാണ് പഴനിമലയിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. ദണ്ട് കൈ പിടിച്ചിട്ട് ജ്ഞാനദണ്ഡായുധ പാണി എന്നാ പറയും. ജ്ഞാനത്തിൻ്റെ ദണ്ട് കൈ പിടിക്കുന്നതാണ് മുരുകൻ. എല്ലാം ഞാനും അതിലുണ്ട്. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം വേറൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ വിഗ്രഹം ഒരു സ്ഥലത്ത് മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളൊരു
ഐതിഹ്യം ഓൾറെഡി ഉണ്ട്. ആ സ്ഥലം തന്നെയാണ് ഭഗവാൻ എനിക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഇന്ന സ്ഥലത്തുണ്ട്. അവിടുന്നാണ് എൻ്റെ യാത്രകൾ തുടങ്ങുന്നത്. പിന്നെ ഭഗവാൻ ഓരോ വട്ടവും എനിക്ക് സ്വപ്നങ്ങളിലൂടെ നിർദ്ദേശം വന്നു. ഭോഗനാഥ സിദ്ധർ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തു. 2005 തൊട്ട് 2017 വരെ. കാട്, മലകള്, ഗുഹകള്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അത്ര അനുഭവങ്ങളിലൂടെ എത്തി 2017 ആകുമ്പോഴാണ് ഞാനിത് പുറത്ത് പറഞ്ഞു തുടങ്ങുന്നത്. അതുവരെ ഫുൾ സീക്രട്ടായിട്ടായിരുന്നു എൻ്റെ യാത്രകൾ. 2017 മെയ് 1 നമ്മുടെ എല്ലമാർക്കെ ഷഷ്ടി ദിവസം പഴനിയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങ് ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ എങ്ങനെ മുരുകഭക്തനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അനുഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ വഴിയിൽ എത്തിച്ചേർന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങിയത് എങ്ങനെയാണ്? എന്തായിരുന്നു അതിൻ്റെ അപ്പോൾ ഒരു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുരുകയുഗം എന്നുള്ളതിൻ്റെ പറഞ്ഞത്. 2013 ഇൻസ്പയർഡ് യു അപ്പാർട്ട് ഫ്രം മുരുക? അദ്ദേഹം തന്നെ. അദ്ദേഹം എല്ലാ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. എനിക്ക് ആ ഡയറക്ഷൻ 2013 വരെ സ്വപ്നമായിട്ടും 2013 ശേഷം ജ്യോതി രൂപത്തിലും 2021 ശേഷം ഡയറക്റ്റും കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഓരോ സ്റ്റെപ്പുകളും ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കത് മെസ്സേജുകളായിട്ട് നമുക്ക് കിട്ടും, കാണാൻ ഇതാവും, ഒരു 4th ഡയമെൻഷൻ എന്നുള്ള ഒരു ഇതിന്ന് കിട്ടും. എനിക്ക് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നുമോ? കാണാൻ പറ്റും ലിറ്ററലി? ഓക്കെ. 1 സെക്കൻഡ്. താങ്കൾ കണ്ട മുരുകന്റെ രൂപം എങ്ങനെയാണ്? ഒന്ന് വിവരിക്കാമോ? ജ്യോതി രൂപത്തിലാണ്, ഓക്കെ. എനർജി രൂപത്തിലാണ്. ആണല്ലേ? ഓക്കെ. ഞാൻ അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള രൂപങ്ങൾ വേറെയുണ്ട്. മനുഷ്യരൂപത്തിൽ കണ്ട ആൾക്കാർ കുറേ പേരുണ്ട്. അത് എന്തായിരുന്നു ഒന്ന് explain അത് ചെയ്യാമോ? ഓരോ മെസ്സേജുകളായിട്ട്. പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ഈ മുരുകയുഗത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞോ. കാരണം 2013 അത് ആരംഭിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് വേറൊരു ഭൂമിയുടെ മറ്റേ അറ്റത്തൊരു സംഭവം കൂടിയുണ്ട്. 2012 മായൻ കലണ്ടർ അവസാനിക്കുന്നത്. ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ? മായൻ കലണ്ടർ. തമിഴ് സിനിമയില്ലേ? 2012 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിം. യെസ് 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 യെസ്. അത് മായന്മാരുടെ കലണ്ടർ അന്ന് അവസാനിക്കും. അതിന് ലോകം അവസാനിക്കും. അതെ അതെ. അവസാനിക്കും. ശരിക്കും ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് എനർജി ഷിഫ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ. ആ സമയത്താണ് ഈ മുരുകയുഗം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ആ മുരുകയുഗം ആരംഭിക്കുമ്പോൾ നമ്മൾ നോസ്ട്രഡാംസ് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചിട്ടുണ്ടാവും. 3 കടലും കൂടി ചേർന്ന് അവിടെ നിന്ന് ആ സ്ഥലത്തു നിന്ന് ഒരാൾ വരും, ലോകം മുഴുവൻ അദ്ദേഹം ഭരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 കടലും കൂടി ചേർന്ന് കന്യാകുമാരിയാണ്, ഇന്ത്യയിൽ നിന്ന് ഒരാൾ വരും എന്നുള്ള പറയുന്ന കുറേ ഇതുണ്ട്. ശരിക്കും ആ സ്ഥലം കുമാരികാണ്ഡത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവിടുന്ന് വരുന്നത് എനർജീനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മുരുകനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ബേസിൽ നിന്ന് 2013 തൊട്ട് മുരുകയുഗം ആരംഭിച്ച് 2020 ഇതിൽ വരുന്നത്, നമ്മുടെ ഫിസിക്കൽ എർത്തിൽ വരുന്നത്. ഏത് യുഗം കഴിഞ്ഞിട്ട് വേറെ യുഗം വരുമ്പോൾ മിക്കതും ഒരു പ്രളയമായിട്ടാണ് വരിക. പ്രളയം കഴിഞ്ഞിട്ടാണ് യുഗം ആരംഭിക്കുക. ഇത് കലിയുഗത്തിനുള്ളിൽ നിന്നൊരു ഷിഫ്റ്റിംഗ് ആയ കാരണം മിനിമം ലെവലിൽ ലോകം നിശ്ചലായ സമയത്താണ് പുതിയ യുഗം ആരംഭിക്കുന്നത്. കൊറോണ ടൈമിൽ ലോകം 0 ആയി, മൂവ്മെൻ്റ് ഇല്ലാണ്ടായി. അവിടുന്ന് തൊട്ടുള്ള പുതിയൊരു എനർജി, കറക്കം. ആ കറക്കം മുരുകൻ്റെ അനുഗ്രഹത്തിൽ പുതിയ യുഗമാണ്. ആ ഒരു എനർജി ലിറ്ററലി വേറൊരു കാര്യം കൂടിയുണ്ട്. 2020 ഭൂമിയുടെ കറക്കത്തിന് വ്യത്യാസം വന്നു എന്നുള്ള ഓൾറെഡി ഒരു ഇതുണ്ട്. അത് റിസർച്ച് നോക്കി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അത് പുതിയൊരു യുഗത്തിലേക്ക് കിടക്കുകയാണ്. അത് മുരുകയുഗമാണ്. മുരുകയുഗം നടക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഭഗവാന്റെ കാര്യം ലോകം മുഴുവൻ എത്തും. വിട്ടുപോയ സംസ്കാരങ്ങളൊക്കെ തിരിച്ച് ഇതിലേക്ക് എത്തും. ഞാൻ നേരത്തെ പറഞ്ഞ യശീദുകളുടെ, ജപ്പാൻ്റെ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള അത് എല്ലാം തിരിച്ച് വരും. ഈ പറഞ്ഞ താവോയിസ്റ്റുകളൊക്കെ തിരിച്ച് കണക്റ്റ് ആവും. സെക്കൻഡ്, തമിഴ് സംസ്കാരത്തിനെ കുറിച്ച് ലോകം മനസ്സിലാക്കും. 3, ഭാരതം ലോകത്തിൻ്റെ സൂപ്പർ പവറാവും. ഇത്രയും ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം, അതിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യണമെന്ന് ഭഗവാന്റെ നിർദ്ദേശത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ലയൺ മയൂര റോയൽ കിങ്ഡം 2010. അതിന് ശേഷമാണ് എൻ്റെ ഡ്യൂട്ടികളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ. ആ ഡ്യൂട്ടികളിലൊക്കെ ഭാരതത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടുകൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യണോണ്ടല്ല, ഭഗവാന്റെ തീരുമാനമാണ്. അത് അതിനനുസരിച്ച് സമയമാണ്, അത് നടന്നേ പറ്റൂ. അതാണ് അങ്ങനെ ചോദിച്ചത്, എന്തിന് ഇത് ആരംഭിച്ചു എന്ന് ചോദിക്കാനാണ് കാരണം. ഈ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭാരതത്തിന് വേണ്ടിയിട്ട് ഓരോ ഡ്യൂട്ടികളും ഭഗവാന്റെ ആളായി നിന്നുകൊണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ എല്ലമാർക്കൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്? നമ്മൾ കുറേ 2017 ഇത് ആരംഭിച്ചത്. 2017 ആരംഭിച്ചത്. ആദ്യത്തെ ഡ്യൂട്ടി 2018. 2018 ഫസ്റ്റ് ഡ്യൂട്ടി ചെയ്യണത് നമ്മളൊരു സിംഹാസനം ഉണ്ടാക്കി പഴനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പഴനി അമ്പലത്തിലൊക്കെ നല്ല ഹോൾഡ് ആയിരിക്കും അല്ലേ?
അങ്ങനെ പറയാൻ പറ്റില്ല. അടിവാരത്തൊക്കെ നല്ല പരിചയമുണ്ട്. ഏ അടിവാരത്തൊക്കെ നല്ല എല്ലാവരും അറിയും. ആ, കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആ സ്റ്റാഫുകൾ മാറുമല്ലോ. ഇപ്പൊ പുതിയ ടി വിക്ക് വന്ന പിള്ള ആൾക്കാരെയൊക്കെ മാറ്റി ഓ, നമ്മുടെ ദേവസ്ഥയിലെ പരിപാടിയൊക്കെ നടക്കുന്ന പോലെ സെയിം ഓക്കെ 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 അങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിക്കുക. ഓക്കെ പക്ഷെ താഴത്തുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല. അവർ ആ സംഘടനകളൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധം. അതിലൊരു സെന്തിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, പഴനി അടിവാരത്തുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ 2005 തൊട്ട് 2016 വരെ ഈ കാടും ഇതൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആള്. 2017 തൊട്ട് ആള് പിന്നെ പൊളിറ്റിക്സിൽ പോയിട്ട് അത് കാരണം ഇപ്പോൾ ഒരുമിച്ചില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണും. ആള് VH ഇവിടെ സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങനെ ഒരു പൊസിഷനിൽ. ഞാൻ പിന്നെ എൻ്റെ ഒരു വഴിയായിട്ട് പോയ. ഓക്കെ. അത് ഞാൻ ചോദിച്ചതല്ല, എനിക്ക് ശരിക്കും അവിടെ പോയത് തൊഴണമെന്നുണ്ട്. ഒരുമിച്ച് പോവാം. പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നടക്കുമല്ലോ. ഒരുമിച്ച് പോവാം. ആ, ഒരുമിച്ച് പോവാം. അത് നടക്കും. അപ്പം നടക്കും. അത് നടപടിയായിരിക്കും, നല്ല കാര്യമായിരിക്കും. അയ്യോ, കാരണം നമുക്ക് ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ പോയിട്ട് വരാമല്ലോ. അല്ല, ഒരു ദിവസം പറഞ്ഞാൽ മതി, ഒരുമിച്ച് പോയിട്ട് വരാം. തീർച്ചയായും ശരിക്കും അപ്പോൾ അങ്ങ് കാണാത്തൊരു പഴനി അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും അതിന്റെ ആത്മീയത എനിക്ക് അങ്ങനെയല്ല. ഒരു ക്ഷേത്രം കാണുക എന്നുള്ളതിലുപരിയായിട്ട് ആ ക്ഷേത്രത്തെ അനുഭവിക്കുക അല്ലെ ഫീൽ ചെയ്യുക എന്നുള്ള വിചാരിക്കുന്ന ഒരാളാണ്. അത് തീർച്ചയായും അറിയാം. കാരണം എന്താ അറിയാം, നമ്മൾ പഴനി ഇപ്പം വിഗ്രഹത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, അതേപോലെ ഓരോ സംഭവങ്ങളുണ്ട് അവിടെ, അതെ, ഓരോ സ്ഥലത്തുണ്ട്. അത് ഫീൽ ചെയ്യണം. ആ ഫീലിംഗ് ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുന്നു. ശബരിമലയിൽ പല രീതിയിൽ ആൾക്കാർ പോകും. നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ശബരിമലയിൽ പോയിട്ട്, ഇപ്പം ഞാൻ നടന്നൊക്കെ പോയിട്ടുണ്ട് പണ്ട്. ഞങ്ങൾ കോഴഞ്ചേരിയ സ്ഥലം, അവിടെ നിന്ന് എരുമേലി ചെന്നിട്ട് എരുമേലി വരെ വണ്ടിക്ക് പോകും, കാരണം അത്രയും വണ്ടിക്ക് പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. കോഴഞ്ചേരിയിൽ നിന്ന് തന്നെ നടന്നു പോകുന്നവരുണ്ട്. എരുമേലി ചെന്നിട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി 2 ദിവസം മുഴുവൻ നടക്കും. ആദ്യത്തെ ദിവസം രാവിലെ നടന്നു തുടങ്ങി വൈകിട്ട് ഒരു സ്ഥലത്തെത്തും, അവിടെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും നടക്കും. വൈകിട്ടാകുമ്പോഴത്തേക്കിനും പമ്പയിലെത്തും. പമ്പയിൽ കുളിച്ച് കഴിഞ്ഞ് വീണ്ടും കയറണം. കയറിക്കഴിഞ്ഞ് 2 മണിക്കൂർ കയറി കഴിയുമ്പോഴത്തേക്കിനും സന്നിധാനത്തെത്തും. അപ്പോൾ അത്രയും സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് സന്നിധാനത്തെത്തി 18-ാം പടിയും കയറി മേളിൽ ചെന്ന് ഒരു കുറച്ച് ഏതാനും സെക്കൻഡുകൾ ഭഗവാനെ കാണാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. എന്തോ ത്യാഗമൊക്കെ അനുഭവിച്ച് കിട്ടുന്നൊരു സുഖമാണ്. ആ ഒരു സുഖമാണ് ആ ഒരു യാത്രയിലെ മെയിൻ അനുഭവമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും അത് തീർച്ചയായും അറിയാം. കാരണം നമ്മൾ പഴനിയിൽ ചെല്ലുമ്പോഴേ നമ്മൾ അവിടെ അരമണിക്കൂർ അഭിഷേകമുണ്ട്, അത് കാണാതിരിക്കണം. അത് കഴിഞ്ഞ് രാത്രി നമ്മളൊന്ന് ഗിരിവലം ചെയ്യണം, രാത്രിയുടെ ഒരു 10-10:30 കഴിഞ്ഞിട്ട്. അപ്പോൾ ആ മല ഫുള്ളായിട്ട് എല്ലാം ഉറങ്ങി കിടക്കുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. അതേപോലെ തിരുപ്പതി പോകുമ്പോൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ഫോൺ പോലും ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പണ്ടും ഫോണും പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ പോലും ഇല്ലാതെ നമ്മളൊരു 2-3 മണിക്കൂർ നേരം, സത്യം പറഞ്ഞാൽ മിനിമം ഒരു 3 മണിക്കൂർ വേണം അവിടെ തൊഴുത് കിടണമെങ്കിൽ. അത് ഈ പറഞ്ഞ പോലെ ഇടിയൊക്കെ കൊണ്ട് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് നമ്മൾ ഭഗവാനെ കണ്ട് പുറത്തിറങ്ങി ലഡുവൊക്കെ വാങ്ങിച്ച് അന്നദാനമൊക്കെ കഴിച്ച് വൈകുന്നേരം അവിടെ ഒരു പാട്ടൊക്കെ, അവിടുത്തെ ആ ഒരു ഭജനയൊക്കെ കേട്ട് അതിൻ്റെ മുമ്പിൽ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമൊന്നും വേറെ തന്നെ. അത് ഓരോ അമ്പലത്തിലും ഓരോ സുഖമുണ്ട്. അത് ഞാൻ ഒരുമിച്ച് പോവാം. താങ്കൾക്ക് എന്താണ് പഴനി അമ്പലത്തിൽ പോകുമ്പം ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം? ഞാൻ നേരത്തെ പറയല്ലേ, അഭിഷേകം കാണുക. അവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി. പിന്നെ ഗിരിവലം ചുറ്റുക. ഞാൻ രാത്രി നടക്കുക, റൂമുണ്ടെങ്കിൽ രാത്രി 1 മണി വരെ ഞാൻ ഗിരിവലത്തിലിരിക്കും. ആരും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഗിരിവലം ചുറ്റി വന്ന് ഏതെങ്കിലും അവിടെ ഇരുന്ന് ഭഗവാനെ മല നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു 1-1:30 ആയിട്ട് രാത്രി ഞാൻ റൂമിലേക്ക് പോവുള്ളൂ. എപ്പോൾ പോയാലും എല്ലാ ദിവസവും അത് ചെയ്യും. അത് കിട്ടുന്ന അനുഭൂതി വല്ലാത്തൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് LMRKയിൽ തിരിച്ചു വരികയാണെങ്കിലും LMRKയുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 2018 നമ്മുടെ ഇംഗ്ലണ്ടിലാണ് അത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എന്നുള്ളത്, ഇതൊക്കെ എൻ്റെ അല്ല, ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്യണതാണ്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഗ്രീനിച്ച് ടൈം സോണാണ് ലോകത്തിൻ്റെ. ഒരു കാലത്ത് ഉജ്ജയിനായിരുന്നു ഗ്രീനിച്ച് ടൈംസ്, അല്ല നമ്മുടെ 0 ടൈം സോൺ ലോകത്തിൻ്റെ. അത് മാറി അധികാര സമവാക്യങ്ങൾ മാറിയപ്പോൾ അത് ബ്രിട്ടനിലേക്ക് പോവുക ചെയ്തു. തിരിച്ച് ഇങ്ങോട്ട് വരണം. അത് ഇന്ത്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാൻ ആ എനർജി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഡ്യൂട്ടി 2018 ചെയ്യണത്. അന്നൊന്നും ആരും ചിന്തിച്ചിട്ടും കൊണ്ടല്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ധർമ്മപ്രധാന മന്ത്രി ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ലോകം ഉജ്ജയിനിലേക്ക് ടൈം സോണായിട്ട് മാറ്റണ കാര്യം ആലോചിക്കണം, ഇന്ത്യ ഗവൺമെൻറ് അത് ആലോചിക്കേണ്ടതെന്ന്. അതായത് എത്ര കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത കാര്യം അറിയാം. പക്ഷെ അത് വരണം. അത് വെറുതെ ഒരു ടൈംസ്, ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരു ടൈം സോൺ ഇങ്ങോട്ട് മാറ്റുകൊണ്ട് എന്താ കാര്യം? പക്ഷെ അതൊരു എനർജി ഷിഫ്റ്റിംഗ് ആണ്. അത് വല്ലാത്തൊരു ചേഞ്ച് ഉണ്ടാക്കും ജിയോ പൊളിറ്റിക്സിൽ. അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. രണ്ടാമത് ചെയ്തത് 2020
അപ്പോൾ ഈ 2020 ഞാൻ പറഞ്ഞ മുരുകയുഗം ആരംഭിക്കുന്നത് കൊറോണ ടൈം. അപ്പോൾ ഇതിൽ 2020 സ്വിറ്റ്സർലൻഡിലാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. ഒരു വിഗ്രഹം കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. അതിന് രണ്ട് ലക്ഷ്യത്തിനാണ്. ഒന്ന്, ഇന്ത്യൻ റുപ്പീസ് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടാൻ. എന്ത്? ഇന്ത്യൻ റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ. ലോകം മുഴുവൻ. കാരണം ഈ സ്വിറ്റ്സർലൻഡാണ് എല്ലാ പണങ്ങളും എത്തുന്ന സ്ഥലം. ഓക്കെ. അതിനൊരു കാരണമുണ്ട്, അവിടെ ഒരു എനർജി ഉള്ള കാരണം. അതുകൊണ്ടാണ് അവർ ആകർഷിച്ചിട്ട് എല്ലാ പണത്തിനും അവിടെ എത്തിക്കുന്നത്. ഇത് വെറുതെ പറയണതല്ല, എല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂർ അങ്ങ് പോയിട്ടില്ലേ, ഒരു സൈഡ് ബാങ്കുകൾ ഉണ്ടാവുള്ളൂ, മറ്റേ സൈഡ് ഇല്ല. അവിടെ അവിടെ അവർ ചോദിച്ചാൽ അവർ പറയുക ചൈനീസ് വാസ്തുപ്രകാരമാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ വരെ പറയും. ബോട്ട് അമേരിക്കൻ നോട്ടിലൊരു ഇത് കണ്ടിട്ടില്ലേ, ഒരു കണ്ണ് പിരമിഡ്, അത് ഇലുമിനാറ്റി പവറാണ്. ആ പവർ ഉള്ളത് കൊണ്ടാണ്, ആ പവർ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ഡോളർ ലോകം മുഴുവൻ പവർ എടുത്തത്. അമേരിക്ക ജോർജ് വാഷിങ്ടൺ DC തലസ്ഥാനം ഉണ്ടാക്കിയത്. അതിൻ്റെ കണക്ക് എങ്ങനെ ഉണ്ടാക്കിയൊക്കെ മേസൺ കണക്കാണ്, ഇലുമിനാറ്റി കണക്കാണ്. ആ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. യിങ്യാങ്ങിൻ്റെ വേറെ സ്ഥലമാണ് കൊറിയയുടെ നാഷണൽ ഫ്ലാഗ് നോക്കിയൊക്കെ അതിൽ യിങ്യാങ് ഇരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നാണക്കേട് മോശം വിചാരിക്കുള്ളൂ. അന്ധവിശ്വാസം പറയും. കാരണം ഇന്ത്യയുടെ പവർ സ്പിരിച്വാലിറ്റി പവറാണ്. അത് ഇന്ത്യ ഉപയോഗിക്കുമ്പോൾ സമയത്ത് ഇന്ത്യ ടോപ്പായിരുന്നു. ഉപയോഗിക്കാത്ത സമയത്ത് ഇന്ത്യ തകർന്നു. വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇന്ത്യ വീണ്ടും മേലേക്ക് കയറി തുടങ്ങി. അത് നമ്മൾ മനസ്സിലാക്കി പറ്റും. അത് സത്യമാണ്. അത് അന്ധവിശ്വാസമെന്ന് പറയണവർക്ക് പറയാം, പക്ഷെ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ലക്ഷ്യം ഒന്ന്, ഇന്ത്യൻ പവർ റുപ്പീസ് ലോകം മുഴുവൻ അംഗീകരിക്കുക. 2, ഡീഡോളറേഷൻ നടക്കുക. 2020 ചെയ്തതാണ്. അന്ന് ആരും ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യണ വാക്ക് ഡീഡോളറേഷനാണ്. പകരം ഏത് കറൻസി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം, വിഷയം വരുന്നത്. പക്ഷെ ഒരു കാര്യം, എല്ലാ രാജ്യങ്ങളും പ്രാദേശിക കറൻസിയിലേക്ക് മാറി തുടങ്ങി. ഇന്ത്യ UAE ആയിട്ട് എന്താ ചെയ്യണത്? റുപ്പീസും ദിനാറിലാണ് ചെയ്യുന്നത്. ഇന്ത്യ റഷ്യ റൂബിളും ഇതിലാണ്. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒപ്പിടാൻ പോണത് യെന്നും റുപ്പീസ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ബ്രിക്സ് കൊണ്ടുവരാൻ നോക്കി. ഈ സെപ്റ്റംബറിൽ ബ്രിക്സിന്റെ സമ്മേളനം, ഞാൻ അതിനെ വെയിറ്റ് ചെയ്യണം. നടന്നില്ല. അല്ല, ബ്രിക്സിന്റെ സമ്മേളനം സെപ്റ്റംബറിൽ. ട്രംപ് സമ്മതിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ജപ്പാനായിട്ട് നടക്കുവോ? അതിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ട്രംപിന്റെ കാര്യത്തിൽ ലാസ്റ്റ് വരാം. ഇത് ജപ്പാനായിട്ട് അതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ പരിപാടി. ജപ്പാനിൽ നടക്കും. അവർ സമ്മതിക്കുവോ? ജപ്പാൻ ഇല്ലെങ്കിൽ റഷ്യയായിട്ട് സമ്മതിക്കുമോ? ഇവരായിട്ട്. അപ്പോൾ ഒരുവിധം എല്ലാ രാജ്യങ്ങളും അതിലേക്ക്, മലേഷ്യയായിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് മാറണം. അന്ന് 2020 ആരും ചിന്തിക്കാത്ത കാര്യമാണ്. മാറിയേ മതിയാവൂ. കാരണം ഭാരതം മുന്നോട്ട് വരണമെങ്കിൽ കാരണം ഞാനും അങ്ങും കൂടി കാശ് സാധനം മേടിക്കുമ്പോൾ വേറൊരാളുടെ കാശ് എടുത്ത് മേടിക്കണം എന്ന് പറയുന്നത് ന്യായമുണ്ടോ? അവർക്ക് ഇഷ്ടം പോലെ കാശ് അടിച്ചിറക്കാം. നമ്മൾ മേടിക്കുമ്പോൾ ആ കാശ് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മേടിക്കാൻ പറ്റണമെന്ന് മാറണം. ലോകം മാറേണ്ട സമയം. അതാണ് മുരുകയുഗം. അങ്ങനെയാണെങ്കിൽ ഭാരതം മുന്നോട്ട് വരില്ല. അതിനാണ് രണ്ടാമത്തെ ഡ്യൂട്ടി ചെയ്തത്. മൂന്നാമത്തെ ഡ്യൂട്ടി ചെയ്തത് സെന്തമിഴ് മുരുക ചോള പെരുവേൽവി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ വെച്ചിട്ടുള്ള ഒരു യാഗം. ആ യാഗം എന്തിനാ ചെയ്തറിയാം? ചോളന്മാരുടെ ശക്തി തിരിച്ചു വരാൻ, തമിഴ് സംസ്കാരം ഉയരാൻ. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജവംശം ചോള രാജവംശമാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും ചോള രാജവംശം. പക്ഷെ നമ്മളെ ഏറ്റവും കുറവ് സ്കൂളിൽ പഠിപ്പിച്ചതും അതാണ്. ചോള രാജാക്കന്മാരെ പറ്റിയാണ്. അങ്ങ് പഠിച്ചിട്ടുണ്ടോ ചോള രാജാക്കന്മാരെ കുറിച്ചിട്ട്? മുഗളന്മാരെ കുറിച്ച് പഠിച്ച പോലെ ചോളന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ മാറ്റാൻ പോയല്ലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലേ? അപ്പൊ അതൊരു കാരണമുണ്ടല്ലോ. മുഗളന്മാരെ കുറിച്ച് പഠിച്ച പോലെ ചോളന്മാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. ഒരു 2000 വർഷം മുമ്പ് ചോള രാജാവ് പണിത ഒരു അണക്കെട്ട് ഇപ്പോഴും ട്രിച്ചിയിലുണ്ട്. കരിങ്കാല ചോളം പണിത് 2000 വർഷം മുമ്പ് ഇപ്പോഴും ഉണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ യാഗം ചെയ്തത്. 6 മാസത്തിലുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിച്ചു വിട്ടു. നമ്മൾ ഈയിടെ ഒരു ചെങ്കോല് പ്രതിഷ്ഠിച്ചത് എന്തായിരുന്നു? 2023 അതെന്ത് വരുന്നത്? അത് വൻ വിവാദമായിരുന്നു. അതിനാ ഞാൻ പറഞ്ഞത് 2022 ഞങ്ങൾ യാഗം നടക്കണം ചോളന്മാരുടെ. 2023 6 മാസം കഴിഞ്ഞപ്പോൾ ചോളന്മാരുടെ സിംഹാസനം അതിനുള്ളിൽ പ്രതിഷ്ഠ. ആലോചിച്ച് അല്ല, അത് ഭയങ്കര വിവാദമായിരുന്നു. വിവാദത്തിന് വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് 2020 മുരുകയുഗം ഇതിൽ ആരംഭിക്കണം. ആ സമയത്ത് കൊറോണ സമയമായിരുന്നു. ഞാൻ ചില പോയിന്റുകൾ പറഞ്ഞു, അങ്ങനെ നോക്കിയാൽ മതി. അന്ന് മോദിജി പറഞ്ഞു വിളക്ക് കൊളുത്താൻ പറഞ്ഞു. ഓർമ്മയുണ്ടാ?
വിളക്ക് കൊളുത്താൻ പറഞ്ഞു. അത് വിവാദമായിരുന്നു. അതെ. അദ്ദേഹം കൊറോണ പോകാൻ വേണ്ടിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പാത്രത്തിലടിക്കാൻ പറഞ്ഞു. പിടിക്കാൻ പറഞ്ഞു. ശരിക്കും അദ്ദേഹം കൊറോണ പോകാൻ വേണ്ടി ചെയ്തതല്ല, പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിച്ചതാണ്. അതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ മോദിജി നിങ്ങളുടെ ഭാഗമാണോ? ഞാൻ പറയണേ, അദ്ദേഹം ഉത്തരം പറ. അല്ലല്ല, മോദിജി നിങ്ങളുടെ ഭാഗമാണോ? എല്ലാ കാര്യം പറയാൻ പറ്റില്ല. പാർട്ടിയുടെ അംഗമാണോ? എല്ലാ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറയണേ, ആ വിളക്കങ്ങ് അദ്ദേഹത്തിനും ദർശനം കിട്ടിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞ ആ വിളക്ക് കൊളുത്തി നോക്കിയൊക്കെ ഗൂഗിളിൽ എടുത്ത് നോക്കുക, മയിലിന്റെ വിളക്ക കൊളുത്തിരിക്കണേ. അദ്ദേഹം വെച്ച ഡ്രസ്സ്, അദ്ദേഹം ധരിച്ച ഡ്രസ്സ് നോക്കുക, നോർത്ത് ഇന്ത്യൻ ഡ്രസ്സല്ല. ക്യാമറമാൻ അവിടെ ഇരുന്ന് വാ വിളിച്ചു പോകുന്നു, ഇതെങ്ങോട്ടാ ഇത് പറഞ്ഞു പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങ് നോക്കിയോളോ, ഗൂഗിളിൽ ഇപ്പോഴും നോക്കാലോ, അടിച്ചു നോക്കുക. അദ്ദേഹം ധരിച്ച ഡ്രസ്സ്, ഞാനിടയ്ക്ക് പലതും ഗൂഗിൾ നോക്കുന്നുണ്ട് ഇവിടെ. സൗത്ത് ഇന്ത്യൻ ഡ്രസ്സാണ് ഇട്ടിരിക്കണേ. അദ്ദേഹം നോർത്ത് ഇന്ത്യൻ ഡ്രസ് അല്ല ധരിച്ചേ. സൗത്തിന് മുണ്ടും ചെങ്കോല് പിടിച്ചോണ്ടിരിക്കുമ്പോ അല്ല വിളക്ക് കൊളുത്തു, വിളക്ക് കൊളുത്തുമ്പോ മയിലിന്റെ വിളക്കില് മുണ്ടും ജുബിട്ട് വന്നിട്ടാണ് ആൾ കൊളുത്തിയത്. സൗത്ത് ഇന്ത്യൻ ഡ്രസ് വെച്ചിട്ട് എടുത്തത്. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് കൊറോണ പോകാനല്ല ചെയ്തത്. ഇനി അടുത്ത ഒരു ഇത് പറയാം. 2020 പുതിയ പാർലമെന്റ് ചെയ്യണത്, പണി തുടങ്ങണത്. പുതിയ യുഗം തുടങ്ങുമ്പോൾ 2022 പാർലമെന്റ്, നമ്മൾ 23 ഉദ്ഘാടനം ചെയ്യണത്. ആ ചെങ്കോല് പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളോ, ഉത്തരേന്ത്യയിൽ ഇത്രയധികം സന്യാസി സമൂഹം ഉണ്ടായിട്ട്, ഹരിദ്വാറിലുണ്ട്, കാശിയിലുണ്ട്, അയോധ്യയിലുണ്ട്. ഇവരൊന്നും വിളിക്കാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് സന്യാസികൾ, ബ്രാഹ്മണന്മാരും കൂടി അല്ല, അവർ അബ്രാഹ്മണരായ സന്യാസിമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തമിഴ് മന്ത്രം ജപിച്ചിട്ടാണ് ആ ചെങ്കോല് പ്രതിഷ്ഠിക്കണത്. നോക്കിയോ. ഇനി വേറൊന്നുണ്ട്, നമ്മുടെ പാർലമെന്റിന്റെ ഉള്ളിലെ തീം എന്താന്ന് നോക്കിക്കേ, മയിലിന്റെ തീമാ. പീക്കോക്ക് തീമിലാണ് മയിലുണ്ടാക്കിയത്. 888 സീറ്റാണ്, കൂട്ടി നോക്കി 6 കിട്ടും. ഷൺമുഖൻ. ഈ 8 എന്നുള്ളതിന് ഭയങ്കര എനർജി ഉണ്ട്. ഈ 8ന്റെ ഡേറ്റിൽ വെച്ചിട്ട് എത്ര ഇമ്പോർട്ടൻ്റ് മെസ്സേജ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നോട്ട് നിരോധനം എന്നാ ചെയ്തെന്ന് ഓർമ്മയുണ്ട്? എത്ര നവംബർ 8 8 മണിക്ക് ചെയ്തിരിക്കണം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 8 മണിക്കാ. ഇതൊക്കെ യാദൃശ്ചികമാണോ അതോ ഒരു യാദൃശ്ചികമാവാം, 2 യാദൃശ്ചികം, ഒരു 1 യാദൃശ്ചികമാണ്. ഈ യാദൃശ്ചികം എന്ന് വാക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ സംഘടനയിലെ ആരോ ഇതിന്റെ പുറകിൽ കറുത്ത കരങ്ങളാൽ പ്രവർത്തിക്കുന്നുണ്ട്, വെളുത്ത കരങ്ങളാൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് നടക്കണത്. അപ്പൊ രണ്ടാമത്തെ അടുത്ത ഡ്യൂട്ടി അതായിരുന്നു. 3ാമത്തെ ഡ്യൂട്ടി ഉജ്ജയിനിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഉജ്ജയിനിൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ 0 ടൈം സോണിൻ്റെ കാര്യം. അതിന് ഞാൻ എല്ലാ യാഗത്തിനും മുമ്പ് ഒരാൾക്ക് ഓരോരുത്തർക്ക് ബലിയിട്ട് തുടങ്ങുക. ആ സമയം അംബേദ്കറിന് ബലിയിട്ടിട്ടാണ് തുടങ്ങി ആ യാഗം ചെയ്ത്. കട്ടിങ് സൗത്തിനെതിരെയാണ് നമ്മളത് ചെയ്തത്. കട്ടിങ്, കാരണം നോർത്ത് വേറെ സൗത്ത് ആ പരിപാടി ഇല്ലാതിരിക്കാൻ വേണ്ടി, നശിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഭഗവാന്റെ ഡയറക്ഷനിൽ ഭാരതം ഒന്നാവണമെന്ന് വെച്ചിട്ട്. അതിലൊരു പ്രധാന ആളാവശ്യം അംബേദ്കറായിരുന്നു. അദ്ദേഹം വളരെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബലിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മുരുകൻ്റെ അനുഗ്രഹത്തിൽ പഴനിന്ന് വിഗ്രഹം ബൈ റോഡ് ഞങ്ങൾ കൊണ്ടുപോയി ഉജ്ജയിനിലേക്ക്. ഈ കട്ടിങ് സൗത്തിനെതിരെ പറഞ്ഞുകൊണ്ട്, ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞുകൊണ്ട്. ഈ അംബേദ്കറിൻ്റെ കാര്യത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധമത ചിഹ്നങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് കാരണം അശോകനും 9 പേരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ട്, നിഗൂഢശാസ്ത്രം. അശോക ചക്രവർത്തി ബുദ്ധമതത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 9 അറിവുകൾ 9 പുസ്തകങ്ങളായിട്ട് 9 രഹസ്യ ആൾക്കാരെ ഏൽപ്പിച്ചു. അവരിപ്പോഴും അത് സംരക്ഷിക്കേണ്ടതെന്ന് പറയാം. അവർ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ ഒരു രാജ്യമായിട്ടും നമ്മുടെ പ്രധാന അടയാളങ്ങളൊക്കെ ബുദ്ധമത അടയാളങ്ങളാണ് വന്നിരിക്കുന്നത്. അശോക സ്തംഭം, അശോക ചക്രം. ഡോക്ടർ ബി ആർ അംബേദ്കർ പോലും അവസാന കാലത്ത് ബുദ്ധമതത്തിലേക്ക് മാറി. നമ്മുടെ 2 അണുവായുധങ്ങൾ പ്രയോഗിച്ചു. 1ാമത്തെ അണുവായുധം ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. കോഡ് ഭാഷ എന്തായിരുന്നു അറിയാം? ബുദ്ധൻ ചിരിക്കുന്നു. 2ാമത്തെ അണുവായുധം വാജ്പേയി ഗവൺമെൻറ്റാണ് ചെയ്തത്, ബുദ്ധ പൂർണിമയിൽ. സമാധാനത്തിൻ്റെതായ ബുദ്ധൻ്റെ അവിടെ 2ഉം കറക്റ്റ്
ആണവായുധങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളൂ, ഇവരുടെ ഇടപെടൽ. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് അതറിഞ്ഞുകൊണ്ടാണ് മോദിജി പാർലമെന്റിന്റെ പുറത്ത് അശോക സ്തംഭത്തിന്റെ സിംഹത്തിന്റെ രൂപം രൗദ്രമയമാക്കി. സാധാരണ സിംഹമല്ല പുതിയ പാർലമെന്റിൽ വെച്ചിരിക്കണം, ഡോസ് കുട്ടിയ സിംഹ. സിംഹം പ്രോ മാക്സ്. ഡോസ് കുട്ടിയ സിംഹം. അതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാരതത്തിന്. ആ ചെങ്കോല അവിടെ ഇരിക്കണോണ്ടാണ് അത് അവസാനം പറയാം, ഡീപ് സ്റ്റേറ്റിലേക്ക് അവസാനം പറയാം. അത് ഉജ്ജയിനി യാഗം വന്നത്. പിന്നെ വന്നത് അഗ്നിയാഗമാണ്. അഗ്നിയാഗം അതിന് മുമ്പ് ഒരു യിങ് യാങ് യാഗം നടത്തി. അതാണ് ഞങ്ങൾ നടത്തിയ യാഗത്തിൽ ഇതുവരെ പൂർണ്ണമായി വിജയം ഇല്ലാതിരിക്കുന്ന യാഗം. അതിന് കാരണം എന്താ വെച്ചാൽ, യിങ് യാഗത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം എന്താ വെച്ചാൽ, യിങ് യാങ് കണ്ടിട്ടുണ്ടാവും, ചൈനീസ് അടയാളമാണ്. നമ്മുടെ ദൂരദർശൻ്റെ പഴയ ദൂരദർശൻ്റെ സ്റ്റൈലാണ്. 2 വ്യത്യസ്ത എനർജികൾ ഒരേ ഇതിൽ കണക്ട് ചെയ്യുന്ന അപൂർവ ഒരു ശക്തി, ഒരു സിമ്പിളാണിത് യിങ് യാങ്. ചൈനീസ് സിമ്പിളാണ്. അത് നമ്മുടെ താവോയിസ്റ്റ് മതമൊക്കെ ആയിട്ട്, നേരത്തെ പറഞ്ഞ താവോയിസ്റ്റ് മതമായിട്ട് യോജിച്ച അത് പഴനിയിലാണ് യിങ് യാങ് നടത്തിയത്. അതിൻ്റെ ഇത് വെച്ചാൽ യൂറോപ്പിൽ നിന്ന് വെസ്റ്റേണിൽ നിന്ന് ഇത് അധികാരം ഏഷ്യയിലേക്ക് മാറാൻ പോവുകയാണ് പുതിയ യുഗത്തിൽ. ഒരു കാലത്ത് ഏഷ്യയിലായിരുന്നു അധികാരം, പിന്നെ നേരെ അത് വെസ്റ്റേണിൽ പോയി. ഏഷ്യയും വെസ്റ്റേണിൽ ഒരു പ്രത്യേകം ഒരു എന്താ വെച്ചാൽ, ഏഷ്യ ഒരു നാഗഭൂമിയാണ്, നാഗത്തിൻ്റെ. വെസ്റ്റേൺ ഗരുഡൻ്റെ സ്ഥലമാണ്. അതിൽ ഈ നമ്മൾ 3 ചുറ്റ് കുണ്ടലിന് വലുതാവണത് നാഗത്തിൻ്റെത് വലുതായിട്ട് വരും എന്ന് പറയണ പോലെ തന്നെ ഇന്ത്യയിൽ നാഗമുണ്ട്, ചൈനയിൽ ഡ്രാഗൺ ഉണ്ട്, അങ്ങനെ എല്ലാ ഇതാണ്. ഒരുവിധം റിലീജിയസ് ഇവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ വെസ്റ്റേണിലാണ് അധികാരം ഉണ്ടായിരുന്നത്. അവരുടെ കൊടികൾ നോക്കിയൊക്കെ കഴുകൻ, അങ്ങനത്തെ ഒരുപാട് അടയാളങ്ങൾ അവരുടെ കൊടിയിൽ കാണാം. പക്ഷെ ഇത് ഷിഫ്റ്റ് ആവാൻ പോവാണ്, തിരിച്ച് ഇങ്ങോട്ട് പോവാണ്. ആ ഏഷ്യയിലേക്ക് അധികാരം വരണം. ഇന്ത്യ, ചൈന, റഷ്യ എന്നൊരു പുതിയ കൂട്ടുകെട്ടുകൾ കയറി വരും. ലോകത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ ഭൂരിഭാഗം ഏഷ്യ എന്നാവും. അതിലേക്ക് ഇപ്പം തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും കൂടി കഴിഞ്ഞാൽ, റഷ്യയും കൂടി ആയി കഴിഞ്ഞാൽ അമേരിക്ക മാത്രം അപ്പുറത്തുള്ളൂ. അതിലേക്ക് മാറണം. അതിനാണ് യിങ് യാങ് യാഗം നടത്തിയത്. ശരിയാണ്. ഇപ്പം ഇന്ത്യ, ചൈന, റഷ്യ 3 വൻ ശക്തികൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ വേണമെങ്കിൽ പലതും സംഭവിക്കാം. അപ്പം പക്ഷെ അത് കൂടാൻ സമ്മതിക്കരുത് എന്നുള്ളതാണല്ലോ അമേരിക്കയുടെ നയം. അതാണ് ബ്രിക്സ് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പൊളിക്കാനാണല്ലോ നീക്കം. കാലത്ത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ബോഗർ മാഷ് ഒരുപാട് വട്ടം സഞ്ചരിച്ചതാണ് അവിടേക്ക്. അതേമാതിരി അദ്ദേഹത്തിന് ഗുരു സഞ്ചരിച്ചാണ്. അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ ചൈനയായിട്ടുണ്ടായിരുന്നു. അത് അടഞ്ഞു പോയി കുറേ കാലം രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു. അത് തിരിച്ച് ഓപ്പൺ ആവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ യിങ് യാങ് നടത്തിയത്. ഈ പഴനിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് യിങ് യാങ് സ്റ്റേജിലാണ്. പഴനിക്ക് 2 മലയുണ്ട്. ഒന്ന് പഴനിമല, ഇപ്പുറത്ത് ഇടുമ്പർമല. അതെ. അപ്പോൾ ഇടുമ്പറുടെ ഒരു കഥയുണ്ട്. ഇടുമ്പറുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടുമ്പർ അഗസ്ത്യസിദ്ധരുടെ ശിഷ്യനായിരുന്നു. ആ കഥ എന്താ വെച്ചാൽ, അഗസ്ത്യസിദ്ധർ പറഞ്ഞു, ഈ 2 മലയെടുത്ത് തെക്ക് ദിശയിലേക്ക് പോവാം. ആ കാര്യമുണ്ട് അവർ. പഴനിയിലെത്തിയപ്പോൾ അദ്ദേഹം അത് ഒരു കാവിൽ 2 മല ഇട്ടിട്ട് ആൾ നടന്നു വന്നു. പഴനിയിലെത്തിയപ്പോൾ ക്ഷീണം തന്നെ അവിടെ വെച്ചിട്ട് കടന്നുറങ്ങി. എണീറ്റപ്പോൾ മല എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ലേ. ഒരു കുട്ടി ഓടി കളിക്കണം. കുട്ടിയായിട്ട് വഴക്കാവും, യുദ്ധമാവും. ആ കുട്ടി ഇദ്ദേഹത്തിനെ കൊല്ലും. അപ്പോൾ ഈ കുട്ടി മുരുകവാനായിരുന്നു. അപ്പോൾ അഗസ്ത്യസിദ്ധർ വന്നിട്ട് പറയും, ഇതെൻ്റെ ശിഷ്യനാണ്, നല്ലൊരാളാണ്, ജീവൻ കൊടുക്കുക പറയുമ്പോൾ മുരുകവാൻ ജീവൻ കൊടുക്കും. എന്നിട്ട് പറയുന്നത്, എൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്, നീയാണ് ഫസ്റ്റ് ശിഷ്യൻ. അദ്ദേഹം കഴിഞ്ഞിട്ട് നീ എത്ര ഭക്തനായാലും 2ാം സ്ഥാനം കിട്ടുള്ളൂ. അപ്പം നീ ഇവിടെ ഇരിക്കുക, ഞാനിവിടെ ഇരിക്കാം. നിന്നെ കണ്ട് തൊഴുതു വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇഷ്ടാവും എനിക്ക് അവരെ എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് കാവടി എടുക്കണത് നമ്മൾ. ഇദ്ദേഹം 2 മല കൊണ്ടുവന്ന ഓർമ്മയ്ക്ക്. പക്ഷെ ഇതിന് വേറൊരു കാവടി എടുക്കുന്ന ഓക്കെ. പക്ഷെ ഈ ശൂലം വായിലൂടെ നേരത്തെ പറഞ്ഞില്ലേ മിലിറ്ററി റൂട്ട് മാർച്ചാന്ന് പറഞ്ഞില്ലേ. അന്നത്തെ കാലത്ത് മിലിറ്ററി അവരെ സേനാ നായകന്മാര് അവരെ ദളപതിയെ കാണാൻ വരുമ്പോൾ അവരുടെ വീരത പ്രദർശിപ്പിക്കണതിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് ഇതിലും കൂടുതൽ ചെയ്യണ്ടായിരുന്നു. ഈ കനലിലൂടെ നടക്കുന്നതൊക്കെ കാരണം അവര് പടയാളികളാണ്. മിലിറ്ററിക്കാർ വരുമ്പോൾ ശാസ്ത്രീയ സംഗീതം പാടുവോ? ശരി. അപ്പൊ ഈ വേലിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? വേലൊരു വെപ്പണാണ്. അത് തന്നെയാണ് വേല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തിനേയും സംഹരിക്കാവുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധം, ഏറ്റവും അവസാനം മാത്രം പുറത്തേക്ക് എടുക്കുന്ന ഒരു ആയുധം. അപ്പം ഈ പഴനിമലയ്ക്ക് ശക്തിഗിരി എന്ന് പറയാം, ഇടുമ്പർമലയ്ക്ക് ശിവഗിരി എന്ന് പറയാം. ആൺപെൺ
അപ്പോൾ ഈ ആൺ പെണ്ണിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം. ഉം. ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ഒരു ന്യൂട്രൽ പോയിന്റ് പോലെ ഒരു വല വേണം. ഓക്കെ. അത് അങ്ങനെ ഒരു സ്ഥലമുണ്ട് പഴനിയിൽ, ഒരു സീറോ പോയിന്റ്. ഈ മൂന്ന് വഴി കൂടെയുള്ള ഒരു എനർജി റൗണ്ടിങ് ആ പഴനിമലയിൽ നടക്കുന്നുണ്ട്. അതാണ് അത്രയും എനർജി. ഒരു സീറോ പോയിന്റ് ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്, ആ റൗണ്ട് ഉണ്ട്. ഈ സീറോ പോയിന്റ് ശരിക്കും അതിന് ഏറ്റവും രഹസ്യത, സീറോ പോയിന്റ് നേരിട്ടൊരു വര വരച്ച് കഴിഞ്ഞാൽ നേരെ ബോഗർനാഥർ രണ്ടാമത്തെ വിഗ്രഹം വെച്ച് അദ്ദേഹം സമാധി സ്ഥലത്തെത്തും. അതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ ആ യിങ്യാങ്ങിൻ്റെ തത്വത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ആ യിങ്യാങ് പഴനിയിൽ നടത്തുമ്പോൾ ഞാൻ സിംഗപ്പൂർ പോയിട്ട് താവോസ്റ്റ് ലീഡർമാരെ കണ്ടു. ഇത് പറഞ്ഞു, നിങ്ങൾ വരണ യാഗത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ ഒന്നാണ്, നമ്മുടെ സംസ്കാരം ഇടയിൽ വിട്ടുപോയതാണ്. നിങ്ങൾ ഇപ്പോൾ അർമേനിയ പോയ പോലെ അതിന് 2 കൊല്ലം മുമ്പ് അവർ വന്ന് ചൈനീസ് താവോസ്റ്റ് ലീഡർമാർ വന്ന് പങ്കെടുത്തു. പിന്നത്തെ പോലെ അവരുടെ പരിപാടിക്ക് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ ആ ഒരു സംഭവം അത് ഗംഭീരമായിട്ട് കൊണ്ടുപോയി. പക്ഷേ ഇപ്പോഴും ആ ഇന്ത്യ റഷ്യയും ഭയങ്കര പവർഫുള്ളായി. പക്ഷേ ഇന്ത്യ ചൈന എന്നുള്ളത് ഇപ്പോഴും ആ സ്മൂത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഓൺ ദി വേയിൽ അത് നടക്കേണ്ടതാണ്, നടക്കുകയും ചെയ്യും. പക്ഷേ രസകരമായൊരു സംഭവം ഒരു 2 ആഴ്ച മുമ്പ് നടന്നു. എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നു. ചൈനയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ ഒരു ലേഡി ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ ബന്ധുവാണ്. അവർ നമ്മുടെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുരുക ഭക്തരാണ്, സ്കന്ദ ഭക്തരാന്ന് പറഞ്ഞു. ഓക്കെ. അതിൽ വേറൊരു വാക്കാ പറഞ്ഞത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ മുരുക ഭക്തരാന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതമായി. അപ്പോൾ ചോദിച്ചു, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് മിനിസ്ട്രിയിലുള്ള ആൾക്കാർ ഈ സ്കന്ദനെ ഫോളോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു സന്തോഷത്തിൽ ഇത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു, ഒരു അഗ്നിയാഗത്തിൽ പൂജിച്ച വേലുണ്ട്, അവർക്ക് ഞാൻ അയച്ചു തരട്ടെ, ഡൽഹിയിലേക്ക് കൊടുക്കുമെന്ന്. എന്നിട്ട് ഞാൻ വേല് കൊടുത്തു വിട്ടു 2 ആഴ്ച മുമ്പ്. ചൈനീസ് പ്രസിഡന്റ് ബന്ധു അത് സ്വീകരിച്ചു, ലേഡി തിരിച്ച് ചൈനയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രസിഡന്റ് ഇതിന്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അപ്പോൾ അവിടെ ചൈനയിലും മുരുകഭക്തി വരുന്നതിൻ്റെ ഒരു അടയാളം എനിക്ക് ഭഗവത് സാഹിച്ച് കിട്ടി. ഇനി അടുത്ത ഇത് ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞു വെച്ചാൽ അഗ്നിയാഗമാണ് നടന്നത്. അഗ്നിയാഗത്തിന് മുമ്പ് നമ്മളൊരു അഗ്നിഹോമം നടത്തി. അത് 2025 മെയ് 1 ഇത് നമ്മൾ പ്രഖ്യാപിക്കണത് മാർച്ചിലാണ്, 2025 മാർച്ചിലാണ്. അപ്പോൾ ഈ അഗ്നിഹോമം എന്തിനാ പ്രഖ്യാപിക്കണേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ട്, മുരുകസേനയുടെ അനുഗ്രഹം ഇന്ത്യൻ സേനയ്ക്ക് കിട്ടാൻ. 2 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ട്. 3 ചാണക്യന് വേണ്ടിയിട്ട്. ഒന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഇതിനകത്ത് ഈ മുരുകസേന എന്ന് പറയുമ്പോഴത്തേക്കിനും മുരുകൻ ഒരു വലിയൊരു സേനയുണ്ടോ? അദ്ദേഹം ദേവസേനാപതിയാണ്. അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് വീരബാഹുവാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ കീഴിൽ നവവീരരുണ്ട്. അതിന്റെ കീഴിൽ വലിയൊരു സേനയുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു വലിയൊരു സേനയുടെ അതൊരു ആർമി ചീഫ് അദ്ദേഹം ആ ലെവലുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ മാർച്ചിൽ പ്രഖ്യാപിക്കണ സമയത്ത് 3 പേർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചാണക്യന്, സുഭാഷ് ചന്ദ്രബോസിന്, ഇന്ത്യൻ സേനയ്ക്ക് മുരുകന്റെ അനുഗ്രഹം കിട്ടി. ഓക്കെ. ഇത് പ്രഖ്യാപന സമയത്ത് പഹൽഗാം നടന്നിട്ടില്ല. മെയ് 1 നടക്കേണ്ടത്, മാർച്ചിൽ പ്രഖ്യാപിക്കണം. പക്ഷെ ഏപ്രിൽ പഹൽഗാം എന്ന് പറയുന്ന വിഷയം ഇത് നടക്കണു. മെയ് 1 പഴനിയിൽ യാഗം നടക്കുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യാണ്, ഇന്ത്യ 3 സേനയ്ക്ക് പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ട്. നമ്മളിത് എന്ന് പ്രഖ്യാപിച്ചു? മാർച്ചിൽ ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. മെയ് 1 യാഗം നടക്കണു. 5 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കണു. മുരുകാൻ്റെ അനുഗ്രഹം, സേനയുടെ അനുഗ്രഹം ഇന്ത്യൻ സേനയ്ക്ക് കിട്ടുന്നു. 5 ദിവസം കൊണ്ട് പാകിസ്ഥാന് ചുറ്റി കൂട്ടണു. അമേരിക്കയുടെ അണുവായുധത്തിൽ വരെ പടയ്ക്കണു. ഓപ്പറേഷൻ യുദ്ധങ്ങൾ രാജ്യത്തിൻ്റെ ഇത് മാറ്റും ലോകത്ത്. കാരണം അമേരിക്ക ലോകം ഭരിച്ചു തുടങ്ങിയത് 2ാം ലോകയുദ്ധത്തിന് ശേഷം. അതുപോലെ ബ്രിട്ടൻ ഒരുപാട് യുദ്ധം ചെയ്തിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു 5 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ മുഖച്ഛായ ലോകത്തിന് മുമ്പ് മാറി. ഇന്ത്യ അഗ്രസീവിലേക്ക് മാറി. ഇന്ത്യ ആ സമയത്തൊക്കെ താണ്ഡവമാടിയെന്ന് പറയാം. ഇന്ത്യ ഞാൻ 2ാമത്തെ ആളുടെ പൂജ ഞാൻ പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസിന് പറഞ്ഞു. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ നിന്ന് ഭാരതം സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഗ്രസീവിലേക്ക് മാറി. ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോകത്ത് ഇപ്പോൾ 1 ഡിമാൻഡായി തുടങ്ങി. ഇന്ത്യ മൊത്തം ഒരു അഗ്രസീവ് മൂഡിലേക്ക് അതിനുശേഷം മാറി. ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ മുരുകബാവൻ്റെ ഇതെന്ന് പറയുന്നത് തെക്ക് കിഴക്കേ ഏഷ്യയാണ് കൂടുതൽ. ഞാൻ ബുദ്ധമതത്തിനെ കുറിച്ച് പറഞ്ഞു. ബുദ്ധമതവും സഞ്ചരിച്ചത് തെക്ക് കിഴക്കേ. സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ചതും ആ വഴിയാണ്. അദ്ദേഹത്തിന്
ഇപ്പം അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട്, ഗുംനി ബാബയായിട്ട് ജീവിച്ചു എന്ന് പറയുന്ന ഇതുണ്ട്. എൻ്റെ ഇതിൽ അദ്ദേഹം വേറെ ഡയമെൻഷനിലേക്ക് പോയിരിക്കുക. അദ്ദേഹത്തിൻ്റെ എനർജി ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. അതിൻ്റെ ഒരു അഗ്രസീവ്നെസ് ഭാരതം ഉണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്ത്യൻ കറൻസി നോട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഓക്കെ. അത് ഈ സമയത്ത് ഈ യാഗത്തിന് ശേഷം നടക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ടോട്ടൽ രീതിയെ മാറി. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്ന ഈ മെയ് 1 സിക്കിമിൽ വെച്ച് അഗ്നിയാഗം. അപ്പോൾ സിക്കിമിലെ അഗ്നിയാഗത്തിന് ഇതിന് കുറേ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമ്മൾ ശങ്കരാചാര്യരുടെ ഇത് ഈ അഗ്നിയാഗം എന്ന് പറയുമ്പം എന്താണ് ശരിക്കും അത്? നമ്മളൊരു യാഗം നടത്തുകയാണ്. നിങ്ങളാണോ? അല്ല, ഞാനല്ല, തമിഴ് മുറപ്രകാരമാണ് ചെയ്യുക. എല്ലമാർക്കാണോ? നമ്മൾ കണ്ടക്ട് ചെയ്യുക മാത്രമേ ചെയ്യണത്. പൂജ ചെയ്യണത് തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് മുറയിൽ ചെയ്യണ ആൾക്കാർ, ഗുരുക്കന്മാരാണ്. അവർ തഞ്ചാവൂരിൽ നിന്നാണ് വരുന്നത്. അവർ വന്ന് നമ്മൾ പറയണ കാര്യങ്ങൾ വെച്ചിട്ട് അവർ യാഗം നടത്തും. അപ്പോൾ ഓരോ യാഗം അപ്പം 6 യാഗങ്ങളെ മൊത്തമുള്ളത്. 5 കഴിഞ്ഞു. പഞ്ചഭൂതങ്ങളിൽ 5 കഴിഞ്ഞു. ഇനി 6ാമത്തെ ടൈം യാഗമാണ് ബാലൻസ് ഉള്ളത്. ഈ 5ാമത്തെ യാഗത്തിലെത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത്ഭുതമായിട്ട് കാണുന്നത്, ശങ്കരാചാര്യ നമ്മൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബുദ്ധമതം ഓൾമോസ്റ്റ് ഇന്ത്യ മുഴുവൻ എത്തിയപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് അതിനെതിരെ സംസാരിച്ച് ഹിന്ദുമതത്തിന് തിരിച്ചു കൊണ്ടുവന്നത്. ഹിന്ദുമതം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. 4 മഠങ്ങൾ സ്ഥാപിച്ചു. 4 മൂലയിൽ ഇന്ത്യയുടെ ശൃംഗേരി, പുരി, മുകളിൽ ജോഷിമഠ്, ഹിമാലയത്തിൽ, ഇപ്പുറത്ത് ദ്വാരകയിൽ. ഇത് 4 മഠങ്ങളായിട്ട് എല്ലാവരും കാണുന്നത്. ശരിക്കും 4 എനർജി ബെൽറ്റാണ്. കാരണം അദ്ദേഹം AD 800, 805 ആ സമയത്താണ് വരുന്നത്. അദ്ദേഹത്തിന് അറിയാം ഓൾറെഡി ഹിന്ദുമതം തകർന്ന് തിരിച്ചു കൊണ്ടുവന്നതാണ് അദ്ദേഹം. ഇനി കുറേ ഒരു 1000 വർഷത്തോളം ഭാരതം വേറെ വിദേശ കീഴിൽ വരാൻ പോവാണ്. ഹിന്ദുമതം നശിക്കരുത് എന്ന് വെച്ച് അദ്ദേഹം ഒരു എനർജി ബെൽറ്റ് ഇട്ട് വെച്ച് പോയതാണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, അതിനുള്ളിൽ മാത്രമേ ഹിന്ദുമതം ഉള്ളൂ. അതിൻ്റെ പുറത്തുള്ളതൊക്കെ പോയി. അതിനുള്ളിൽ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില രഹസ്യങ്ങളും സീക്രട്ടും ഉണ്ട്. അതേമാതിരി ഈ സിക്കിം എന്ന് പറഞ്ഞ സ്ഥലം വടക്ക് കിഴക്കേ മൂല ഇന്ത്യയുടെ. നമ്മുടെ വീട്ടിൽ പൂജാമുറി വെക്കണതും വടക്ക് കിഴക്കേ മൂല. ഇന്ത്യയുടെ പൂജാമുറിയാണ് സിക്കിം. അവിടെ യതികളിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ സിലിഗുരി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തു നിന്നാണ് കയറി പോണത്. അവിടെ വെച്ച് യാഗം നടത്തിയത് സ്പെസിഫിക് ആയിട്ട് 2 കാര്യത്തിലാണ്. ലോകം മുഴുവൻ ഭരിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക. ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറുക. സ്പെസിഫൈ ആയിട്ട് പറഞ്ഞത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാം. ഇലുമിനാറ്റി, മേസൺസ്, ഇതൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ അറിയാമായിരിക്കും. ഇലുമിനാറ്റിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. എവിടെ ആര് ഭരിക്കണം, ഏത് മന്ത്രി തീരുമാനം എടുക്കണം എന്നാൽ എവിടെയും അവർ കാണൂല. എല്ലാവിടെയും ഉണ്ട്, എന്നാൽ ആരും കാണില്ല. അവരൊരിക്കലും അവകാശവാദങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷെ സൈലൻ്റ് കില്ലേഴ്സാണ്. സൈലൻ്റായിട്ട് പ്രവർത്തിക്കും, സൈലൻ്റായിട്ട്. അവരെ ഏറ്റവും മെയിൻ സാധനം ഡോളറുമ്പോൾ തൊടാൻ പറ്റില്ല. ഡോളർ തൊട്ടാൽ തൊട്ട ആൾക്കാരെയൊക്കെ അവർ സദാം ഹുസൈൻ, മറ്റേ ലിബിയയിലത്തെ ആളുടെ പേരെന്താ പേര് പറഞ്ഞു, അവർ അങ്ങനത്തെ എല്ലാവരും തൊട്ട ആൾക്കാർ തൊട്ടിട്ടിരിക്കുന്ന ഒരാൾ മോദിജി മാത്രമേ ഉള്ളൂ. കാരണം ആ അനുഗ്രഹമുള്ളതുകൊണ്ടാണ്. അതിൻ്റെ അവരെ ഏറ്റവും വലിയ ലക്ഷ്യം വടക്ക് കിഴക്കേ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ആൾക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. CIA ഏജൻറ്റിനെയും ഉക്രൈൻകാരെ അറസ്റ്റ് ചെയ്തു. മനസ്സിലായി. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് മുരുകൻ ഈസ് ആക്ച്വലി കൺട്രോളിങ് ദ വേൾഡ് എന്നാണോ? അതിലേക്കാണ് പോണത്. ഓരോ സ്റ്റെപ്പായിട്ട് പോവുകയാണ്. മുരുകൻ ലോകത്തെ നിയന്ത്രിക്കും എന്നാണോ അതോ മുരുകൻ ഇന്ത്യയെ കൊണ്ട് ലോകത്തെ നിയന്ത്രിപ്പിക്കും എന്നാണോ? അങ്ങനെ തന്നെയാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? രണ്ടാമത്തെയാവും. കാരണം നമ്മൾ ദൈവം ഒരിക്കലും നേരിട്ട് ഒന്നും ചെയ്യാറില്ല. ഓരോരുത്തരെ കൊണ്ടാണ് ചെയ്യിക്കണത്. നമ്മുടെ ചരിത്രത്തിൽ മുഴുവൻ നോക്കിയാൽ ഇവിടെ രാജ്യത്തിനെ കൊണ്ട് ചെയ്യിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുരുകൻ്റെ ഒരു ഇച്ഛ പ്രകാരം ഇനി വീണ്ടും ഇന്ത്യയിൽ തുടർഭരണം ഉണ്ടാവുമോ? ഇന്ത്യയിൽ ഇനി ഒരാൾ ഭരിക്കണമെങ്കിൽ സ്പിരിച്വാലിറ്റി ഉള്ള ഒരാൾക്ക് ഭരണം കിട്ടും. സ്പിരിച്വാലിറ്റി ആരായാലും, ഞാൻ പാർട്ടി എന്ന് പറയില്ല, ഞാൻ രാഷ്ട്രീയം പറയണില്ല, പക്ഷെ ഞാൻ ജിയോ പൊളിറ്റിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യ ഭരിക്കണമെങ്കിൽ സ്പിരിച്വാലിറ്റി ഉള്ള, ക്ലിയർ സ്പിരിച്വാലിറ്റി ഉള്ളത്, നല്ല സ്പിരിച്വാലിറ്റി ഒരാൾക്ക് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും ഭരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് ഇപ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ ഈ യാഗത്തിൽ നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാർ പങ്കെടുത്തിരുന്നു. ആർമിക്കാർ കൊന്നിരുന്നു യാഗത്തിൽ.
ഈ ഇല്ല, ആർമിക്കാർ വന്നെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നും വേണ്ട. കാരണം പട്ടാളത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് അമ്പലങ്ങളുണ്ട്. അതെ അതെ ആം, ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട്. അവർ ഹൈലി റിലീജിയസ് ആണ്. ഞാൻ അവിടെ ചോള പാസിൽ പോണ സമയത്ത് അവിടെ ഒരു പുതിയ ക്ഷേത്രം, മുരുക ക്ഷേത്രം പണിതിട്ടുണ്ട് അതെ. ഈ അടുത്ത്. ഒരു മുസ്ലിം പള്ളി വരെ ഞാൻ കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവർ ഹൈലി റിലീജിയസ് ആണ്. അവർ പല സംഭവങ്ങളും അവർ ഭയങ്കര വിശ്വാസം, അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിശ്വാസം കൽപ്പിക്കുന്നവരാണ്. അവിടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട് സിക്കിമിലൊരു ഒരു ആർമിക്കാരൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ നാഥുല പാസ് പോകുന്ന വഴിക്കല്ലേ? അതെ. ഞാൻ പോയിട്ടില്ല അവിടെ. ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഡയറക്ഷൻ കൊടുക്കണു അതെ, സൈന്യത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള അതെ, അതെ. സ്ഥലം. ആ സ്ഥലം അങ്ങനത്തെ ഒരു പവർഫുൾ സ്ഥലമാണ്. അതെ. അപ്പോൾ ഈ ഇതിൽ മറ്റേ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആ ഒരു വരിഞ്ഞുമുറുക്കുണ്ട് ലോകത്തിൽ, അത് കഴിഞ്ഞു തുടങ്ങി. അതിൻ്റെ തെളിവാണ് മാർക്കോ റൂബിയോനെ ഇന്ത്യയിലേക്ക് അയച്ച് FCR ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അതിലേക്ക് വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഏറ്റവും കൂടുതൽ ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റഷ്യക്ക് എണ്ണ കൊടുത്തു തുടങ്ങി. ഇന്ന് ജപ്പാനിലത്തെ ആൾ ഇവിടെ വന്നിട്ട് ഒപ്പിടാൻ പോണതൊക്കെ അതിൻ്റെ പിടുത്തം കയ്യിൽ നിന്ന് പോയി തുടങ്ങി. സെപ്റ്റംബറിൽ ബ്രിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഒരു പുതിയ ഭാരതം ഉയരുകയാണ്. അതിൽ വേറെ രസമായ കാര്യമുണ്ട്. മെയ് 1 നമ്മുടെ ഈ നടക്കുന്നത് ഡീപ് സ്റ്റേറ്റിനെതിരെ. ഇന്ത്യ ഡീപ് സ്റ്റേറ്റാണ്. ഡീപ് സ്റ്റേറ്റ് ആരംഭിച്ച മെയ് 1 ഡീപ് സ്റ്റേറ്റ് ആരംഭിച്ച ദിവസം ഏതാ അറിയാം? മെയ് 1. LMRക്ക് ആരംഭിച്ച ദിവസം ഏതാ അറിയാം? മെയ് 1. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഒരു കണക്കുകൂട്ടലാണ്. ആകെ അതിൽ പോണു. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ LMRക്ക് ഭഗവാന്റെ മുരുകൻ താങ്കളെ പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് മുരുകൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. താങ്കളെ എപ്പോഴെങ്കിലും മുരുകൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അതുള്ളൂ. ഇപ്പോൾ രജിത്ത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന ചെയ്യുന്ന തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സംഘടനയല്ല, എന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2005 തൊട്ടുള്ള യാത്രയത് 2 വര വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ. കാല് ഇങ്ങോട്ട് പോയാലും അപ്പം അടി കിട്ടും. ഓക്കെ. എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് അടിയ. അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഭഗവാൻ ട്രെയിൻ ചെയ്തെടുത്ത ആളാണ് അങ്ങോട്ട് മുമ്പിൽ ഇരിക്കണേ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഈഗോ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുക്കി കളയും. അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അതൊരു ചോദിച്ച കാരണം പറയാം. നമ്മൾ എൻ്റെ മാത്രമല്ല സ്പിരിച്വലിൽ എത്തുമ്പോൾ നമ്മൾ സാധാരണ പലരും ഉപയോഗിക്കണം, ഗുരുക്കന്മാരും ഉപയോഗിക്കുന്ന വാക്കാണ്. നിങ്ങൾ ഭഗവാനിലേക്ക് അടുക്കാൻ നോക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കും. അത് നിങ്ങളൊക്കെ ഭഗവാൻ തരുന്ന പരീക്ഷണമാണ് നിങ്ങൾക്ക് വരുന്ന കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ എന്ന് പറയും. കുറേ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഭഗവാനെ അങ്ങേ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ എന്നെ പരീക്ഷിക്കണം എന്ന് ചോദിക്കാൻ അത്രയും ആൾക്കാരുണ്ട്. അതൊരു തെറ്റായ വേടാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. ഭഗവാൻ നമ്മളെ പരീക്ഷിക്കല്ല, പരിശീലിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ലൊരു ഇപ്പോൾ വേൾഡ് കപ്പ് കിടക്കണ്ടല്ലോ, അത്രയും പന്ത് കളിക്കാരുണ്ട്. അവരെത്രയോ കാലം ട്രെയിൻ ചെയ്ത്, അവർ കോച്ച് ട്രെയിൻ ചെയ്തെടുത്ത് കൊണ്ടുവന്ന ആ സമയത്ത് അവർ ഭയങ്കര ബുദ്ധിമുട്ടിയുണ്ട്. കാലത്ത് നേരത്തെ എണീക്കണം, തണുപ്പത്ത് കിടന്ന് ഓടണം, തലകുത്തി മറിയണം. പക്ഷെ അവർക്ക് മടുക്കണില്ല. കാരണം അവർക്കറിയാം ഞാൻ നല്ല പന്ത് കളിക്കാരനാവാൻ വേണ്ടി എന്നെ ട്രെയിൻ ചെയ്യാന്ന്. മസൂരിയിൽ പോയി അവർക്ക് ട്രെയിൻ കൊടുക്കും. അവർക്കറിയാം ഞാൻ ഒരു IPS ഓഫീസർ, IAS ഓഫീസറാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ട്രെയിനിങ് ആണ്. പക്ഷെ ഇതിൽ മാത്രം നമ്മൾ മടുക്കും. പരീക്ഷിക്കുക എന്നുള്ള മടുപ്പ് വരും. അത് മാറ്റി പരിശീലിപ്പിക്കുക എന്നുള്ള ഒന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വെച്ചാൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി തന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. നല്ല അടി കിട്ടിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഓക്കെ. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു മുരുക മന്ത്രം ഏതാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ മന്ത്രങ്ങളൊന്നും അറിയില്ല. ഇല്ല. ഓം ശരവണഭവായ നമഃ, അതല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. ശരിക്കും ഒരു സ്പിരിച്വൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഗുരു അങ്ങനെ പറയാവുന്ന ക്വാളിറ്റി ഒന്നും എനിക്കില്ല. യു ആർ നോട്ട് എ സ്പിരിച്വൽ ലീഡർ, യു ആർ നോട്ട് എ ഗുരു, യു ആർ നോട്ട് എ എന്താ പറയുക സ്വാമിജി, യു ആർ എ പേഴ്സൺ. നിങ്ങളൊരു വ്യക്തി. അതായത് എല്ലാവരും മുരുകനെ ആരാധിക്കുമെന്ന് പറയുന്ന ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. ഒരു ടീം ലീഡർ. ഒരു ടീം ലീഡറൊക്കെ ഒരു ടീമിനെ കൊണ്ടുവരാൻ ഒരു ക്യാപ്റ്റൻ, അവരുടെ ക്യാപ്റ്റൻ, ഒരു ടീം ലീഡർ. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പം നിങ്ങൾ ഈ ഒരു സംഘടന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇൻവോൾവ് ആണോ ഇതിനകത്ത്? ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരുപാട് പേര്, എനിക്കൊന്ന് 60-70 പേരെങ്കിലും മെസ്സേജ് ചെയ്യും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, അവരുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും, പ്രാർത്ഥനയിൽ ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട, ഒരു നിർബന്ധമില്ല. നമ്മൾ ആരോടും പറയുന്നില്ല. പക്ഷേ ചിലവർക്ക് ഞാൻ പ്രാർത്ഥിച്ചാൽ നന്നായി എന്ന് തോന്നുന്ന ആൾക്കാർ എനിക്ക് 60-70 പേര്
അയക്കും. ഞാൻ ഈ 70 പേര് ആരൊക്കെയാന്നും കൂടി എനിക്കറിയില്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അയക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അവരോട് പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയും. അതിൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടും. കുറച്ച് ആൾക്കാർ ചില ആൾക്കാർക്ക് റിസൾട്ട് കിട്ടില്ല. അവർ റിസൾട്ട് കിട്ടുമ്പോൾ അവർ നന്ദി പറയും. ശരി സന്തോഷം എന്ന് പറയും. അവിടെ കഴിഞ്ഞു. അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ഞാൻ ഒരു രൂപ പോലും വാങ്ങാറില്ല. അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരത് കാശ് അയച്ചു തരാൻ പറയാറില്ല. നന്ദി പറഞ്ഞാൽ പോലും ശരി ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷെ അവര് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഭഗവാന്റെ ഡ്യൂട്ടിക്ക് വരും നമ്മുടെ ഗ്രൂപ്പ് ഇതിൽ. അത് ഞാൻ പറയാറില്ല. വരണം ഡ്യൂട്ടി ചെയ്യണമെന്ന് പറയില്ല. എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എല്ലാം മാർക്കിൽ ചേരാൻ പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം. എല്ലാം മാർക്കിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്നൊരു പരസ്യം. ഇല്ല, ഞാൻ തന്നെ എല്ലാം മാർക്കിനെ പറ്റി ഈയിടെയാണ് അറിയാൻ. നമ്മളെവിടെയും പറയാറില്ല. പക്ഷെ ഭഗവാന്റെ മിഷനാണിത്. ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. എവിടുന്നായാലും. അവര് വന്ന് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ച് അവര് തിരിച്ചു പോകും. നമ്മൾ ചെയ്യണ ഒരു കാര്യം ആ ഡ്യൂട്ടി വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഒറ്റവട്ടം ഞാൻ മെസ്സേജ് ഇടും. ഇന്ന ഡ്യൂട്ടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റാവുന്നവർ സഹായിക്കുക. അത് മതി. ലോകത്ത് നിന്ന് എത്ര ആൾക്കാർ അതിന് വേണ്ടി വന്ന് നമ്മുടെ കൂടെ നിൽക്കുക അറിയാം. തോളോട് തോൾ. അവരുടെ ഉള്ളിൽ 2 കാര്യമുള്ളൂ. ഒന്ന് മുരുകന് വേണ്ടി ചെയ്യുക. 2 ഭാരതത്തിന് വേണ്ടി ചെയ്യുക. അത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ വേറൊരു കമ്മേഷനിലും ചെയ്യാറില്ല. ഒന്നും അതിപ്പോൾ എത്ര പറയാലോ. ആർക്ക് വേണമെങ്കിൽ അല്ല എന്ന് പറയാലോ. പരസ്യമായിട്ട് പറയാല്ല. പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആരും ചെയ്യാറില്ല. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥന അയക്കണ എത്ര ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാവും. അവർക്ക് പറയാലോ. അല്ല അത് പറയണത് ശരിയല്ല എന്ന് പറയാലോ. പറയാൻ പറ്റില്ല. കാരണം ചെയ്യാറില്ല. നമ്മൾ ഒരു ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്യണു. ഒരു ടീമായിട്ട് മുന്നോട്ട് പോകണം. മുരുകൻ്റെ എന്തൊരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ മുരുകൻ്റെ എന്തൊരു മെസ്സേജാണ് ഇന്നത്തെ ഈ പുതിയ തലമുറയിലെ ആളുകൾ കേൾക്കേണ്ടതായിട്ട് താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ അവർ പുതിയ തലമുറയിൽ നിന്ന് കുറേ പേരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പുതിയ ജെൻസി പിള്ളേരുണ്ട്. അവർ 2, 3 കാര്യം കൊണ്ടാണ്. നമ്മൾ സ്പിരിച്വാലിറ്റി വളരെ സിമ്പിളായിട്ട് കാണിക്കണം. കുറേ പേരൊക്കെ അത് ഒരു അവാർഡ് പാടൊന്നും ഞാൻ പറയണത് മോശമായിട്ടല്ല. ഗഹനമായിട്ട് വലിയൊരു മനസ്സിലാക്കാൻ ഇതാണ്. നമ്മളൊരു മാസ് മസാലയായിട്ടാണ് കാണിക്കണം. മാസ് മസാല സിനിമയായിട്ടാണ് കാണിക്കണം. വളരെ ആഘോഷമാക്കുക. സ്പിരിച്വാലിറ്റി ആഘോഷമാക്കണം എന്നാണ് പറയുക. ആ ആഘോഷത്തിൽ അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാൻ വരുന്നത്. അയ്യോ, അത് അങ്ങനെ ആഘോഷമാക്കി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ഈ പെന്തക്കോസ്തിൽ തന്നെ ഒരു പ്രത്യേക ഒരു മതവിഭാഗം ആൾക്കാർ, അവരും സ്പിരിച്വാലിറ്റി ഒരു ആഘോഷമായിട്ടൊക്കെ. സൗണ്ട് ആ രീതിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സൗണ്ടിലാക്കാനുള്ള ആ രീതിയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നമ്മൾ ജോളിയായിട്ട് വരിക. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നും നിങ്ങൾ ഭക്ഷണശീലം ഉപേക്ഷിക്കേണ്ട. ജീവിത രീതി മാറ്റേണ്ട. ഭഗവാന്റെ ഡ്യൂട്ടി സത്യസന്ധമായി മാത്രം ചെയ്ത് ഓം ശരണഭവായ നമുക്ക് 9 വട്ടം ജയിച്ചാൽ മതി. നമ്മൾ ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് ഉള്ളിലേക്ക് കയറ്റുക. ലഹരിക്കെതിരെ പ്രവർത്തിക്കുക. എപ്പോഴും പുതിയ പിള്ളേരോട് ഞാൻ പറയുന്നുണ്ട് ലഹരിക്കെതിരെ നമ്മൾ നിൽക്കണം. നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതും നമ്മൾ കാശ് മേടിച്ചിട്ടൊന്നുമില്ല. ലൈറ്റ് ബോഡി മെഡിറ്റേഷനും സ്കന്ദലാവും. അത് പങ്കെടുക്കണ ഒരാൾ ലഹരിക്ക് പോവില്ല. അത് എവിടെ പങ്കെടുത്താലും നിറച്ച ആൾക്കാർ വരും. ഇപ്പോൾ ഗുരുവായൂർ ലാസ്റ്റ് അടുത്ത 7000 പേരോളം പങ്കെടുത്തു. അപ്പോൾ അത് എന്താ പറയുക അതിൻ്റെ അനുഭൂതി അറിയണതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക അവരോട് എനിക്ക് പറയാനുള്ളത് മുരുകഭവാനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുരുകഭവാൻ ലെജൻഡാണ്. ലോകത്തിന് പുതിയ സംസ്കാരം തന്ന ലെജൻഡാണ്. അദ്ദേഹം പുതിയ ഒരു യുഗം അദ്ദേഹത്തിൻ്റെ യുഗമാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും ഏറ്റവും മനോഹരമായ വഴിയിലൂടെ. അത് ആത്മാർത്ഥം വേണം, സത്യസന്ധത വേണം, കഠിനാധ്വാനം വേണം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നിട്ട് പ്രാർത്ഥിക്കണതല്ല. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കണം. അത് 3 മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം 2 കൈ നീട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതെനിക്ക് അവരോട് പറയാം. നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടി മനസ്സിലാക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു മാറ്റി വയ്ക്കാം. ഭാരതം സുഖിനോ ഭവന്തു മാത്രം ചിന്തിക്കുക. അതെന്താ സെൽഫിഷ് ആയി പോയില്ല അങ്ങനെ പറയുമ്പോൾ? ഇവിടെ ബ്രിട്ടൻകാർ ഇത്ര കാലം ഭരിച്ചിട്ട് ഇവിടുന്ന് ഊറ്റുകൊണ്ട് പോകുമ്പോൾ അവർക്ക് സെൽഫിഷ് ഒന്നും അവർക്കിത് തോന്നിയില്ലല്ലോ. അമേരിക്ക ലോകത്തിൽ മുഴുവൻ ചെയ്യും അവർക്ക് തോന്നും. ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് നമുക്ക് നാട് നന്നാക്കാൻ പോകുന്ന പറഞ്ഞു. വീട്ടിൽ ചോറുണ്ടെങ്കിൽ വിരുന്ന് പോയ ചോറ് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് നന്നാവണം. അവർക്കൊന്നും തോന്നാത്ത വലിയ തത്വം നമുക്കും വേണ്ട. ശരിക്കും ഈ മുരുകൻ ഒരു റീജിയണൽ ലെവലിൽ ഒതുങ്ങി പോകുന്നു തോന്നുന്നില്ലേ? അതായത് ഒരു റീജിയണൽ ഇപ്പം ഹിമാചൽ പ്രദേശിലോ യു.പിയിലോ പോയിട്ട് ഒരാളോട് മുരുകനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിവുണ്ടാവണം. അതും ഒരു ഇതുണ്ട്. നോർത്ത് ഇന്ത്യയിലെ മുരുക പൂജ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, ഉണ്ട്, അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ സൈഷൽസിൽ പോയപ്പോഴത്തേക്കിനും മുരുകൻ്റെ അമ്പലം കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, മാർച്ചിൽ ഞാൻ ഓസ്ട്രേലിയയുടെ അടുത്ത് ഫിജി എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് 8 മണിക്കൂർ, അവിടെ നിന്ന് വീണ്ടും 4 മണിക്കൂർ പറക്കണം. ഫിജി എന്ന് പറയുന്നത് ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ്. അവിടെ ഏകദേശം 49% വരുന്ന ആ നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത്
ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഈ സ്ലേവറി നിരോധിച്ച സമയത്ത് ഇൻഡെൻജേർഡ് ലേബേഴ്സായിട്ട് കൊണ്ടുപോയ ആൾക്കാരാണ്. അപ്പോൾ അവിടെ ആ 49% ഒരു 5% താഴെ വരുന്ന സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. ഈയിടെ നിർമ്മിച്ചാണ്. എനിക്ക് തോന്നുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ തന്നെ ഒരു വലിയ ക്ഷേത്രമാണ്. പുതിയ അമ്പലമാണ്. പിന്നെ ഞാൻ കരീബിയൻ രാജ്യങ്ങളിൽ പോയപ്പോഴത്തേക്കിനും അവിടെ 1-2 ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം തമിഴിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മുരുകക്ഷേത്രങ്ങളുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ ഒരു ഇതായിട്ടാണ്, റീജിയണലാണല്ലോ മുരുകൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ഞാൻ ആസ്ട്രേലിയ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ആസ്ട്രേലിയ വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ കുമാരിഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ആസ്ട്രേലിയ. ആസ്ട്രേലിയയിൽ ആറുപട വീട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ബ്ലൂ മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിണ്ട. അവിടെ ഇതിന് ഭയങ്കര എനർജിയുള്ള സ്ഥലമാണ്. അതിൻ്റെ അടുത്തൊരു ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ലയൺ ഐലൻഡ് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പവും സൈസും രൂപം കണ്ടു കഴിഞ്ഞാൽ നേരെ എടുത്ത് ഈജിപ്തിൽ മറ്റേ ഇതില്ലേ സ്ഫിനിക്സ് എന്ന് പറഞ്ഞ സ്ഥലം ഇതില്ലേ ഒരേപോലെ. ഇവിടെ സിംഹത്തിൻ്റെ അവിടെ മനുഷ്യൻ്റെ. അവിടെ ഞാനൊരു കോളിൻ ഹൈറ്റർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് തിയറി ഉണ്ട്. കുമാരിഖണ്ഡത്തുനിന്ന് വെള്ളം കയറിയപ്പോൾ ഇവിടെ വരും, ആസ്ട്രേലിയ വന്നു. ആസ്ട്രേലിയയിൽ വെള്ളം കയറിയപ്പോൾ ഇവിടുന്ന് നേരെ ഈജിപ്തിൽ പോയിട്ട് അവിടെ പണിതതാണ്. അപ്പോൾ ഈ തമിഴ് കണക്ഷൻ ഈജിപ്റ്റ് വരെ ഉണ്ട് എന്ന ആളുടെ തിയറി ഉണ്ട്. ഈ അടുത്ത 3-4 മാസം മുമ്പ് എനിക്ക് തോന്നുന്നത് പിരമിഡിൻ്റെ ഉള്ളിൽ നിന്ന് തമിഴ് ലിപി കണ്ടുപിടിച്ചു, അത് 4000 വർഷം പഴക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആസ്ട്രേലിയ അബോർജിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാരെ അറിയാലോ. അവരുടെ പല വാക്കുകളും തമിഴായിട്ട് ബന്ധപ്പെട്ട. അല്ല, അവരുടെ ശരിക്കും അതിലൊരു ഇന്ത്യൻ കണക്ഷൻ തന്നെ പറയുന്നുണ്ട്. അബോറിജിനൽസിനെ പറ്റി ഞാൻ കുറച്ചധികം സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും പോയ ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ഒരു ജെനറ്റിക്സ് അവരിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള പഠനം ഇങ്ങനെ എവിടേക്കോ ഞാൻ വായിച്ചു കേട്ടു. അവരും ആഫ്രിക്കൻസും ഒക്കെ ആയിട്ടുള്ളൊരു മിക്സഡ് ജീനാണ് അവരുടെ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഈ തമിഴ് ഇതായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യെസ്. കണക്ഷൻ. അവരെ ഭസ്മൊക്കെ പൂശിയിട്ട് അവിടെ അവരുടെ പല ഇതിൽ കാണാൻ പറ്റും. അയ്യോ, അവരുടെ ആചാര രീതികളൊക്കെ വ്യത്യസ്തമാണ്. അവർ ഈ മലകളെയും അതേപോലെ നമ്മൾ ഈ ആദിവാസികൾ ചെയ്യുന്നത് പോലെയുള്ള ശിലാരാധനയും, പിന്നെ മലകൾ അവരുടെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നു, പിന്നെ തീയെ മരങ്ങളെയൊക്കെ ദൈവമായി സങ്കല്പിക്കുന്നു. അങ്ങനത്തെ കുറച്ച് ഒരു ടൈപ്പ് ആൾക്കാരാ. ലൈനായിൽ പോകുമ്പോൾ ഒരു മരമുണ്ട്, അവരൊന്ന് പ്രാർത്ഥിക്കണ ഒരു മരം പോയി അവിടെ കണ്ടിട്ടുണ്ട്. അതായത് എത്രയോ വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കാണും നമ്മുടെ ആൾക്കാർ ബ്രിട്ടീഷുകാർ പഠിച്ച ചരിത്രമല്ല, അതിനും എത്രയോ പിന്നിലേക്ക്. കാരണം ഒരു പ്രളയത്തിന് മുമ്പുള്ള ചരിത്രമുണ്ട്, പ്രളയത്തിന് ശേഷമുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഇത് രണ്ടിനും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് കുമാരിഖണ്ഡം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുംഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 15,000 വർഷമാണ് നമ്മുടെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്. മോഹൻജദാരോ 3000 വർഷമുള്ളൂ. ഇതേപോലത്തെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കണക്ഷൻ കാണാൻ പറ്റും. അപ്പം പിന്നെ നമ്മൾ ഒന്ന് നോർത്ത് ഇന്ത്യയിലത്തെ നേരത്തെ ചോദിച്ചത്, നോർത്ത് ഇന്ത്യയിൽ ഗുപ്ത പീരീഡിൽ ഭയങ്കരമായിട്ട് മുരുകഭക്തരുണ്ടായിരുന്ന സ്ഥലമാണ്. ആണോ? കാരണം ചന്ദ്രഗുപ്തൻ്റെ മകൻ്റെ പേര് സ്കന്ദഗുപ്തൻ എന്നാ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് കുമരഗുപ്തൻ എന്നാ. 2 മുരുകൻ്റെ പര്യായ. രാജാക്കന്മാർക്ക് മുരുകൻ്റെ പേരുണ്ടെങ്കിൽ പ്രജകൾക്ക് എത്ര പേരുണ്ടാവും അതേപോലെ. അതുപോലെ മാത്രമല്ല, അവരിറക്കിയ നാണയത്തിൽ മുരുകൻ്റെ പടമുണ്ട്. ഡൽഹി മ്യൂസിയത്തിലുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് ഭയങ്കര. പിന്നെ വിദേശ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മധ്യപ്രദേശിൽ. അവിടെ 18 ഗുഹാക്ഷേത്രങ്ങളുണ്ട് ചന്ദ്രഗുപ്ത ഭരണം. 3ാമത്തെ ഗുഹാക്ഷേത്രം മുരുക വിഗ്രഹ. ഏകദേശം പഴനി വേണ്ടവൻ്റെ പോലത്തെ വിഗ്രഹം. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഒരുപാട് മുരുക പൂജ ഉണ്ടായിരുന്നു. ഈ സമയത്ത് 2 കുട്ടികൾ, 2 നമ്മൾ ജെൻസി പിള്ളേരുടെ പഠന റിപ്പോർട്ട് ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു. ഹാരപ്പൻ എന്ന് പറഞ്ഞ ആറപ്പൻ മുരുകവാൻ്റെ ആ ഇതിൽ ഹാരപ്പൻ സംസ്കാരമൊക്കെ വന്നിരുന്നു സ്റ്റഡി. അതേമാത്രമല്ല, ഇൻഡു സിവിലൈസേഷൻ മുരുകവാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ബാലമുരുക എന്ന് പറഞ്ഞ സ്ഥലം അഫ്ഗാനിസ്ഥാനിലുണ്ട്, മുരുക എന്ന് പറഞ്ഞ റിവർ അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് സഹിതം അവർ കാണിക്കുന്നത്. അതെനിക്ക് അറിയണ്ടായിരുന്നു കേട്ടോ, അത് അവരിൽ നിന്ന് കിട്ടിയതാണ്. അത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്കത്. അപ്പോൾ ലോകം മുഴുവൻ സംസ്കാരം കൊണ്ടെത്തിച്ച ഒരു ഇതാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് എന്തോ ഒരു കാരണത്തിൽ മിസ്സായി, വീണ്ടും തിരിച്ചു വരുന്ന സമയമാണ്. ഇപ്പോൾ കാണാം ഉത്തരേന്ത്യയിലത്തെ ഒരുപാട് വീഡിയോ മുരുകനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നതാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന്. അത് സമയമായി തിരിച്ചു വരുന്നത്. ഓക്കെ, ഇനി കുറച്ച് എന്താ പറയുക, കൺഫ്യൂസിങ് അല്ല, എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കിനും, നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ രക്ഷിക്കും, ഇല്ലെങ്കിൽ അവർ നമ്മളെ
സഹായിക്കും എന്നൊക്കെയല്ലേ നമ്മൾ പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ വിശ്വാസികളായിട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴും പല കാര്യത്തിലും കഷ്ടതകൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞു, പരിശീലിപ്പിക്കുക എന്നുള്ളത്. പരീക്ഷിക്കുകയല്ല, പരിശീലിപ്പിക്കുക. ഉം. പിന്നെയും ശരിയാവാത്തുണ്ടാവും. അത് പഴയ ജന്മം, കർമ്മബന്ധം, അങ്ങനെയൊക്കെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആ വഴി സ്വീകരിച്ച് അതിൽ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് മിണ്ടാണ്ട് ഇരിക്കണതല്ല സ്പിരിച്വാലിറ്റി. കുറേ പേര് അങ്ങനെ വിചാരിക്കും, ഉം. പണിയൊന്നും എടുക്കാണ്ട് മിണ്ടാണ്ട്. പണിയെടുക്കാനല്ല, നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടി ഭഗവാനെ സമീപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ നിന്നെ പരിശീലിപ്പിക്കുകയാണ്, നിന്നെ ലക്ഷ്യത്തിലെത്താം. പിന്നെ തീരെ എത്താത്ത കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പല ജന്മങ്ങളായിട്ട് ബന്ധങ്ങളുണ്ടാവും. ഇതൊക്കെ വിശ്വാസികളായിട്ടുള്ള വിശ്വാസത്തിന്റെ ഇതിലാണ് സംസാരിക്കുന്നത്. യുക്തിവാദിക്ക് ഇതൊന്നും ബാധകമല്ല. ആ അവര് എന്ത് പുനർജന്മം വന്നു എന്ന് പറഞ്ഞ് യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ ട്രോളുകൾ കിട്ടും. അല്ല, അത് ഒരാളുടെ ജീവിത അനുഭവങ്ങളാണ് അയാളെ വിശ്വാസിയാണോ യുക്തിവാദിയാക്കണോ എന്നുള്ളത്. അത് തന്നെ ഒരു യുക്തിവാദി വിശ്വാസിയാവില്ലേ? വിശ്വാസി യുക്തിവാദിയാവും. അതൊക്കെ അനുഭവങ്ങളിലൂടെ. സോ ഡു യു ബിലീവ് ഇൻ ഗോഡ് ഓർ കർമ്മ? രണ്ടും. രണ്ടും. നമ്മൾ വിശ്വസിക്കണം, ദൈവത്തിനെ വിശ്വസിച്ച് പണിയെടുക്കണം. പണിയെടുത്ത് റിസൾട്ട് നമുക്ക് അർഹതയില്ല. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പണിയെടുക്കാനേ നമുക്ക് അർഹതയുള്ളൂ. റിസൾട്ട് ഭഗവാനെ വിട്ടുകൊടുക്കുക. ഭഗവാൻ നമുക്ക് തരുന്ന സമയത്ത് തരും. ഒരു പക്ഷേ നിങ്ങൾ നടക്കുമ്പോൾ മുള്ളു കുത്തിയാൽ വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ നടക്കണതിൽ കുറച്ച് 10 അടി പോലെ വേറൊരു അപകടം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാവും മുള്ളു കുത്തി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിരാശിച്ചിരിക്കുമ്പോൾ ഒരു വളവിൻ്റെ അപ്പുറത്താവും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുക. വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. റിസൾട്ട് ഭഗവാന് വിട്ടുകൊടുക്കുക. അതിനെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കണേ, ഫലം നിൻ്റെയിലല്ല, കർമ്മം ചെയ്യുമെന്ന്. അത് നമ്മുടെ 3 സാധനം എപ്പോഴും വേണം. പണിയെടുക്കണം, സിൻസിയാരിറ്റി വേണം, അതിനോട് വിശ്വാസ്യത വേണം. ഇത് 3ഉം നിർബന്ധം. വിശ്വാസ്യത നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട്, മറ്റേത് 2ഉം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് താൻ പാതി ദൈവം പാതി. ഓക്കെ. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലേ, യുഗപ്പിറവിക്ക് മുമ്പിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത്. ഇദ്ദേഹം എനിക്ക് ഒരാഴ്ച മുമ്പ് അയച്ചു തന്നിരുന്നു. എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല. ശരിക്കും ഇദ്ദേഹത്തിനൊപ്പം ഇരിക്കുമ്പോൾ ആ പുസ്തകം വായിച്ചിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീടിൻ്റെ പണികളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഓട്ടപ്രദക്ഷിണമായതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ സാധിക്കായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാനിത് തീർച്ചയായും ഞാനിത് മുഴുവൻ വായിക്കും. ഇത് വായിച്ചതിന് ശേഷം ലാലേട്ടനടക്കം പല ആൾക്കാരും ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കാണുകയും പിന്നീട് ആ ഒരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യാൻ സാധിച്ചതും ഒക്കെ ഞാൻ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി. തീർച്ചയായും ഞാനും ഇത് വായിച്ചിട്ട് എന്താണ് ശരിക്കും അദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള, എനിക്കൊന്ന് ഇദ്ദേഹം താങ്കളുടെ ഈ ഒരു പല യാത്രകളിൽ നിന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? 2022 വരെയുള്ള അനുഭവങ്ങളാണ്. യാത്രകളിലുണ്ടായ അനുഭവങ്ങളും. ഓ, മംഗോളിയയിലൊക്കെ പോയിട്ടുണ്ട്. ചെങ്കിസ് ഖാന്റെ ഇക്വസ്ട്രിയൻ പ്രതിമയ്ക്ക് മുന്നിൽ ചെന്നൊരു സമയം. അത് ശരി. ഓക്കെ. ഓക്കെ. മംഗോളിയയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ചരിത്രം കിട്ടും. കാരണം ഇപ്പോഴും ബുദ്ധമതമാണല്ലോ അവിടെ. ശരിക്കും ഒരു കാലത്ത് ചൈനയെ കിടുകിട് വിറപ്പിച്ച ഒരു രാജ്യമാണ് മംഗോളിയ. ചൈനീസ് വൻമതിൽ പോലും പണിയപ്പെടുന്നത് മംഗോളിയൻ സൈന്യത്തെ പേടിച്ചിട്ടായിരുന്നു. ഇപ്പൊ തിരിച്ചായി. ഇപ്പൊ അവര് ചൈന ഇന്ത്യ അങ്ങോട്ട് പോകണ്ട ഇപ്പോഴും. അതെ. അപ്പൊ അങ്ങനെ ആ യാത്രക്കിടയിലുള്ള അനുഭവങ്ങളാണോ? ഓരോ സ്ഥലത്തേക്കും ഭഗവാൻ എന്നെ അയക്കുമ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ്. യാത്രാ വിവരണമാണ്. കുറെ യാത്ര വിവരണമാണ്. ഓക്കെ. അങ്ങനെ ഇഷ്ടവും. ഈ റീയൂണിയൻ ഐലൻഡിന്റെ കാര്യം നേരത്തെ പറയുകയും ചെയ്തു. റീയൂണിയൻ ഐലൻഡിൽ പോയിട്ടുണ്ടല്ലോ. ശരിക്കും ഫ്രാൻസിന്റെ കീഴിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ആഫ്രിക്കൻ ആ ഒരു താഴ്ഭാഗത്തായിട്ട് അതിന്റെ ഒരു പ്രദേശത്ത് വരുന്നതാണ്. ഞാൻ പോയിട്ടില്ല. ഈയിടയ്ക്ക് ഇൻഡിഗോ അവിടേക്ക് ഫ്ലൈറ്റ് സർവീസ് ഇങ്ങനെ തുടങ്ങിയതായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു. അവിടെ ധാരാളം ഇന്ത്യക്കാരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തമിഴന്മാര് 40% തമിഴന്മാരാ. അത്ര ഉണ്ട്. അതാണ് അത്ര സർവീസ് ഇൻഡിഗോ തുടങ്ങിയിരിക്കുന്നത്. 40% തമിഴന്മാർ. ചെന്നൈ റീയൂണിയൻ ഐലൻഡ് 40%. ഒരു 100-ന് മേലെ മുറിക്ക് പോകാൻ. പക്ഷെ നമുക്ക് പോകാനായിട്ട് വിസ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അതിന് വേണ്ടി സ്പെഷ്യൽ വിസ അപ്ലൈ ചെയ്തെടുക്കണം. അന്ന് ഓണറവിലുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത്. കുറെ വർഷം മുമ്പാ? കോവിഡിന് മുമ്പ്. കോവിഡ് ശേഷം ഇപ്പൊ അത് ഇല്ലാന്ന് തോന്നുന്നു. നിർത്തിയതുകൊണ്ട് ഓണറവിലായിരുന്നു. അത് ശരി. അത് അമ്പലങ്ങൾ എത്ര അറിയോ? പക്ഷെ വിഷയം എന്താ അറിയോ, ഞാൻ ഒരു അമ്പലത്തിൽ പോയിട്ട് ആദ്യം ചെന്നോടെ വൈകുന്നേരം അമ്പലത്തിൽ എന്നെ കൊണ്ടുപോയി. അവിടെ പോയി പറയുമ്പോൾ അവിടെ തമിഴ് കീർത്തനം പാടുണ്ട്, തമിഴ് സംസ്കാരം. ഇവിടുത്തെ അമ്പലങ്ങളിൽ സൂപ്പറായിട്ട്. പക്ഷെ ആ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾക്ക് തമിഴ് അറിയില്ല. അത് ഞാൻ ഫിജിയിൽ പോയപ്പോഴും അതേപോലെ. അവിടെ ആർക്കും തമിഴ് അറിയില്ല. എല്ലാവരും ഹിന്ദി സംസാരിക്കും, കുറച്ചൊക്കെ ഹിന്ദിയിൽ സംസാരിക്കും, പിന്നെ ഇംഗ്ലീഷ്, എല്ലാം ഫ്രഞ്ചാ.
പക്ഷെ ഇത് ഫ്രഞ്ചാ, ഫുൾ ഫ്രഞ്ച്. പക്ഷെ തമിഴ് തെരിയാതാ? തമിഴ് പാടുണ്ട്. തമിഴ് സാപ്പാട് കിടക്കുമോ? വീടുകൾ സൂപ്പർ ഫുഡായിരുന്നു. ഞാൻ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ആർക്കും തിരക്കില്ലല്ലോ, ആരും തിരക്കില്ലാത്ത ജീവിതമാണ്. അപ്പോൾ അത് കാരണം നല്ല രസമായിരുന്നു. ഓക്കെ, ശരി. സിംഗപ്പൂരിൽ നിങ്ങൾ സ്ഥിരം പോവാറുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അതായത് ശരിക്കും അവിടെ ഞാനിപ്പോൾ പറയുന്ന പോലെ, അതായത് ഈ തമിഴ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു LMRKയ്ക്കും കൂടുതൽ. ഇപ്പൊ മലയാളികളാ ധാരാളം ഉണ്ട്. ആണോ? ഒരുപാട് മലയാളികളുണ്ട്. കാര്യമായിട്ട് ഞാൻ താങ്കളുടെ വീഡിയോകളുടെ ഉള്ള കമൻറ്റുകളുടെയൊക്കെ താഴെ ഞാൻ ധാരാളം ശ്രദ്ധിച്ചിരുന്നു. ബാലിയിൽ പോയിട്ടുണ്ടോ? ബാലി പോയിട്ടുണ്ട്. ബാലി എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഈ ഒരു വീടിൻ്റെ തീം എന്ന് പറയുന്നത് ബാലിയാണ്. താങ്കൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഭിത്തിയിലുള്ള ഡെക്കോറുകൾ മുഴുവൻ ബാലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പുറത്തൊരു ബാലി ഗേറ്റ് കണ്ടിട്ടുണ്ടാവും, ബാലിയിൽ കാണുന്നത് പോലെയുള്ള. പിന്നെ ഇപ്പം ഇതൊക്കെയാണെങ്കിൽ എല്ലാം ഇങ്ങനെ പല സംഭവങ്ങളും ബാലി കേരള ഫ്യൂഷൻ തീമിലാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സെപ്റ്റ് വൺ തിങ്, ബാലി എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ബാലിനീസ് കൾച്ചറാണ് അവിടെ. അതായത് അവിടെയും ഹിന്ദുമതമാണെന്നുണ്ടെങ്കിലും, അതായത് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഒരു രാജ്യമാണ്. മുസ്ലിം കൺട്രി ആയിട്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകൾ മുസ്ലിം വിശ്വാസികളാണ്. പക്ഷേ ശരിക്കും ആ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ 17,000-ലധികം വരുന്ന ദ്വീപുകളിൽ ഒന്ന് മാത്രമാണ് ബാലി എന്ന് പറയുന്നത്. ആ ബാലി എന്ന് പറഞ്ഞ രാജ്യം, ആ ഒരു ഐലൻഡ്, ഹിന്ദു വിശ്വാസികളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്, ഓൾമോസ്റ്റ് 90%. അവരുടെ ഹിന്ദുമതം എന്ന് പറയുന്നത് ഈസ് ഡിഫറെൻറ്റ്. ബാലിനീസ് ഹിന്ദുയിസം എന്നാണ് പറയുന്നത്. ബാലിനീസ് കൾച്ചർ, നിങ്ങൾ ബാലിനീസ് മസാജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബാലിനീസ് എന്ന് പറയുന്നത് ബാലി ഹിന്ദുയിസം. അവരുടെ വിഗ്രഹങ്ങളെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോൺസ്റ്റർ തരത്തിലുള്ള, ഇപ്പം നമ്മളൊക്കെ കൃഷ്ണൻ്റെ ഒക്കെ പറഞ്ഞ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്യൂട്ട് ഫേസ്, മുരുകനാണെങ്കിലും വളരെ ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു ഫേസ്. ആകെ കുറച്ച് ശിവനാണ് കുറച്ച് ഒരു പൗരുഷം കൂടുതൽ കൊടുത്ത് ഒരു ബോൾഡായിട്ട് കാണിക്കുന്നത് നമ്മളല്ലേ. പക്ഷേ ബാലിയിൽ വരുമ്പോഴത്തേക്കിനും ഈ ഏതൊരു ദൈവങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു മോൺസ്റ്റർ രൂപത്തിലാണ് അവർ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവരുടെ കൾച്ചർ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് തുളസിത്തറ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു വേർഷനാണ്. അത് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അവർ വിളക്ക് കത്തിക്കുന്ന വേറെ രീതിയിലാണ്. മറ്റേ ഈ കുരുത്തോലയിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് മാംസം വെക്കും. അങ്ങനെ ഒത്തിരി കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഇന്തോനേഷ്യയിൽ ഈ മുരുകൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണാനിടയായോ ബാലിയിൽ? ഇല്ല, ബാലിയിൽ ഞാൻ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, പേര് പറഞ്ഞു, അതിന് വേണ്ടി പോയത്. അവിടെ ഒരു എനർജി പോയിന്റ് ആണത്. മറ്റേ വോൾക്കാനോ ആണോ? വോൾക്കാനോ അല്ല, ചിന്താമണി അതല്ല, വേറൊരു ഒരു അമ്പലും മൗണ്ടനും കൂടിയിട്ടുള്ളത്. ഓക്കെ, പേര് പറഞ്ഞു. അവിടേക്ക് അതൊരു എനർജി പോയിന്റ് പറഞ്ഞാൽ അവിടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. ഓക്കെ. ബാലിയിൽ കുറേ മൗണ്ടൻസ് ഉണ്ട്, ധാരാളം. ഈ വോൾക്കാനിക് മൗണ്ടൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഈ എനർജി പോയിന്റുകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഭഗവാന്റെ ഡയറക്ഷനിൽ മനസ്സിലാക്കണം. നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുക എന്ന് പറയും, നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഡീകോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ആയി, നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മളത് ഡീകോഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ സ്ഥലം കിട്ടും. ഈ ഒരു അമ്പലത്തിൽ, മുരുകൻ്റെ അമ്പലത്തിൽ പോകാതെ നമുക്ക് മുരുകനെ വർഷിപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ നമ്മളൊരു സിദ്ധർമാർ ചെയ്തിട്ടുള്ള ഒരു അമ്പലമാകുമ്പോൾ അതിനൊരു എനർജി കൂടുതൽ കിട്ടും. അല്ല നമുക്ക് തനിയെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പരീക്ഷ എഴുതണമെങ്കിൽ ടീച്ചർമാരില്ലെങ്കിലും പരീക്ഷ എഴുതാം. പക്ഷെ ഒരു എന്താ പറയുക, നമുക്കൊരു കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ ഒരാളുടെ ഗൈഡൻസ് കിട്ടും. മുരുകൻ എന്ന് പറയുമ്പോഴത്തേക്കിനും താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പം എന്താണ്? എനിക്ക് മുരുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പം ഏറ്റവും ചിരിച്ച മുഖത്തോടു കൂടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയാണോ, ഒരു പുരുഷനാണോ, ഒരു യുവാവായ ആള്, അതാണ് ചെറുപ്പക്കാരൻ? ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ രൂപം. ഞാൻ എപ്പോഴും അത് മനസ്സിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. ഓക്കെ. എന്നെ ചേർത്ത് നിർത്തുന്ന, അനുഗ്രഹിക്കുന്ന. താങ്കൾ മുരുകൻ മയിലിന്റെ പുറത്ത് നിൽക്കുന്നതാണോ അതോ മയിൽ കൂടെ ഉണ്ടാവോ? ഇല്ല, ഞാൻ തനിയെ കാണാം. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവിടെ വന്ന് കരയാനുള്ള, വിഷമം വരുമ്പോൾ അടുത്ത് പോയി കരയാനുള്ള, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് വാശി പിടിക്കാനുള്ള, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ടോ? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എൻ്റെ വീട് അങ്ങനത്തെ ഒരു സമയത്ത് ചിലപ്പോൾ ഭയങ്കര ടെൻഷനുള്ള സമയത്ത് അവിടെ പോയി ഇരിക്കും. ഒന്നും ചോദിക്കില്ല, എനിക്ക് പേഴ്സണൽ കാര്യത്തിൽ ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ ഒക്കെ വെറുതെ പോയി ഇരിക്കുള്ളൂ. മനസ്സിൽ തോന്നിക്കുമോ? നമ്മൾ ഡ്യൂട്ടി ചെയ്യണ സാധനങ്ങളാണ് ഞാൻ പോയിട്ട് ഇന്നത് വേണം,
ആവശ്യമുണ്ട്, ഇന്ന കാര്യങ്ങൾ നടക്കണം, ഇത് തുടക്കത്തിൽ വരാറുണ്ട്. ഇപ്പം അതുമില്ല. അവിടെ പോയിട്ടിരിക്കും. ഡ്യൂട്ടികൾ സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങട് പറച്ചിലൊന്നുമില്ല. വിഷമം ഉണ്ടാകുമ്പോൾ വഴി കുറച്ച് നേരം കരയും ഭഗവാന്റെ അടുത്ത് പോയിട്ട്. നമുക്ക് അത് ഉത്തരം മുരുകൻ കിട്ടാറുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. ആണല്ലേ? അതൊക്കെ ശരിയാക്കി ഫീൽ തരാറുണ്ട്. കിട്ടിയിട്ടുണ്ടോ? അതായത് ആരെങ്കിലും വന്ന് ആ, ആ, കെട്ടിപ്പിടിക്കുന്ന ആ, പോലെയൊക്കെ ആ, ഫീൽ ആ, ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഉണ്ട്. ഇത് ധൈര്യമായിട്ട് പൊക്കോ, ഞാനില്ലടാന്ന് പറയുന്ന ഒരു ഫീലിംഗ് എത്രയോ വട്ടം കിട്ടിയിട്ടുണ്ട്. എത്രയോ ടെൻഷൻ അടിക്കുന്ന സമയങ്ങളിൽ, എത്രയോ വിഷമിക്കുന്ന സമയങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ പോയിരിക്കും. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയും. ധൈര്യമായിട്ട് പൊക്കോ, ഞാനില്ല എന്ന് ചേർത്ത് നിർത്തുന്ന അനുഭവം എത്രയോ വട്ടം ഉണ്ട്. താങ്കൾക്ക് ഇത്തരത്തിൽ ഉള്ള ആ ഒരു സംഭവം ലഭിക്കുന്നതിൻ്റെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ചോദ്യമുണ്ട്. രണ്ടാമത് വേറെ ചോദ്യം പറയും. ആ. ഇതെന്തുകൊണ്ട് വന്നു? കഴിഞ്ഞ ജന്മത്തിലുണ്ടോന്ന്? ഇത്ര 2 ചോദ്യമുണ്ട്. ഉം. ഇതൊക്കെ എന്തിനാ നമ്മൾ അന്വേഷിക്കണത്? സംഭവം കിട്ടി അത് ചെയ്യാന്നല്ലാണ്ട് വലിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കാറില്ല ഞാൻ. ഇതെന്തൊരു ശാസ്ത്രീയ, ഉം, നമുക്ക് നമ്മൾ ഈ നമ്മുടെ അനുഭവത്തിൽ ആ ഇതൊക്കെ ശരിയാണ്. കാരണം എനിക്കറിയാത്തൊരു സ്ഥലത്തേക്ക് ഭഗവാൻ വിടുമ്പോൾ അവിടെ ആ ബുക്കിൽ ഞാൻ എക്സ്പീരിയൻസുകൾ എഴുതിയിട്ടുണ്ട്. ഉം. അവിടെ നമുക്ക് ഞെട്ടിക്കണ അനുഭവങ്ങളുണ്ടാവും അവിടെ. നമുക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുണ്ടാവും. നമ്മൾ അതൊക്കെ അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച് ഇപ്പോൾ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടിയും നമ്മൾ ചെയ്യണ, ഞാൻ ഒരാളുടെ അസുഖം അല്ലെങ്കിൽ ഒരാളുടെ വിഷമം മാറ്റി തരാമെന്ന ഒരാൾക്കല്ല, ഞാൻ ഒരു രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കണേ. അത് ഓക്കെ. അത് നടക്കണ കാണുമ്പോൾ ഉണ്ടാവണ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പറയായി നമുക്ക് എന്താ പറയുക, തനിയെ മനസ്സിലാവും. നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസപ്രകാരം ഈ പരിശുദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാറില്ലേ, സെയിൻസ്. ഇപ്പൊ ഉം, അൽഫോൻസാമ ഉം, പോലെയുള്ള ഉം, പല ആൾക്കാരെയും ഉം, പരിശുദ്ധരായിട്ടൊക്കെ അവർ ആ, വാഴ്ത്തപ്പെടുത്താറുണ്ടല്ലോ. ഓ. അവർക്കൊക്കെ കിട്ടുന്ന പോലെയുള്ളൊരു എക്സ്പീരിയൻസോ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ആണോ? കാരണം എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവർക്ക് കിട്ടണമെന്ന് പറയാൻ അവരെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് 2005 തൊട്ട് ദാ ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ എനിക്ക് അനുഭവങ്ങളുടെ ഒരു തുടർച്ചകൾ തന്നെ ഇട്ടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഇതിൽ എഴുതിയതൊക്കെ നമുക്ക് പറഞ്ഞ് എഴുതി ഫലിപ്പിക്കണതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിൽ എന്നിട്ട് പോലും ആ ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഓരോ എത്രയോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായാലും ഇപ്പം ഞാൻ ഒരു 1-2 ഉദാഹരണം പറയാം. ഒരു കുറേ ഉണ്ട്. 1-2 ഒരു വട്ടം എനിക്കൊരു ഡയറക്ഷൻ കിട്ടുകയാണ്. രാമേശ്വരത്തിലല്ല, ഒരു തീയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമുണ്ട്. മനുഷ്യൻ തീയിൽ ചെല്ലണ സ്ഥലം. അവിടെ ചെന്ന് രാത്രി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. അതാണ് ഒരു ഡയറക്ഷൻ. ഞാൻ പഴനി ചെന്നു. സെന്തിലിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. സെന്തിലാണ് അന്നത്തെ ഞാൻ യാത്ര. എന്തുണ്ടായാലും സെന്തിലിനെ വിളിച്ച് പറയും. അപ്പോൾ സെന്തിൽ നമുക്ക് രാത്രി പോകാമെന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കണു. ഞങ്ങൾ രാമേശ്വരത്ത് പോകണു. അവിടെ ഒരു ലോഡ്ജ് എടുക്കണു. താമസിക്കണു. രാത്രി 10 മണിയായി. നമ്മൾ ചർച്ച ചെയ്യാണ്. അഗ്നിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. റിസപ്ഷനിൽ ചോദിക്കണു. അവർക്ക് അറിയില്ല എന്ന് പറയണു. അപ്പോൾ അവരൊരു കാര്യം പറയണു, ഈ അവിടുത്തെ കടലിന് അഗ്നി തീർത്തെന്നാ പറയാന്ന്. ഞാൻ പറഞ്ഞു അതല്ലാത്ത എന്തോന്നാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കത്തുകയാണ്. ശ്മശാനം ഉണ്ട് അവിടെ. കാരണം ശിവഭഗവാൻ ശ്മശാനത്തിൻ്റെ ആളാണ്. ചോദിച്ചപ്പോൾ കടലിൽ നിന്ന് കുറച്ച് 1-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്മശാനം ഉണ്ടെന്ന് പറയണു. രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ നടക്കണു. ആ അമ്പലത്തിൻ്റെ അവിടുത്തെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട്. കടലിൽ അവിടെ എത്തി. ഇരുട്ടാണ് ഫുള്ള്. ഒരു 1-1.5 കിലോമീറ്റർ പോയപ്പോൾ ശ്മശാനത്തിൻ്റെ ഗേറ്റ് കാണുന്നു. ഗേറ്റിൻ്റെ അവിടെ പിടിച്ച് നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെ എത്തി. അവസാനം നമുക്ക് ഇന്ന് തിരിച്ചു പോകാമെന്ന് തിരിയുന്ന സമയത്ത് അവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു ശ്മശാനത്തിനോട്. നോക്കുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ആളിരിക്കേണ്ടി വരും. അപ്പോൾ സെന്തിൽ ഗേറ്റ് തുറന്നു പോകുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരു അഘോരി സിദ്ധർ അവിടെ ഞങ്ങളെ കാത്തിരിക്കണ പോലെ ഇരിക്കുക. ആവോ എന്ന് പറഞ്ഞു. ഇരുന്നു. എന്തിനാ വന്നു വെച്ചാൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അവർ തലയോട്ട് എൻ്റെ കയ്യിൽ വന്നു. പാലൊഴിച്ച് വന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ അറിയില്ല. ഇതേപോലത്തെ ആസ്ട്രേലിയ പോയപ്പോൾ ഈ കൗളി ഹൈഡ്രനെ കണ്ടതൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തുടർച്ചകൾ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇത് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പോൾ ഈ ചൈനീസ് ആ വെയിൽ കൊടുക്കണ കാര്യം എനിക്കറിയായിരുന്നു. ഇത് അടയാളം ഇട്ടിട്ട് വയ്ക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടുത്തയച്ചു. അതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കി പറഞ്ഞു ഞാൻ വെയിൽ കൊടുത്തയക്കട്ടെ എന്ന്. എന്തായാലും മുരുകൻ പറഞ്ഞ അനുസരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കിനും പലർക്കും ഇങ്ങനെ എന്തായി പറയുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടാവും. കാരണം ഇയാളെന്താ പറയുന്നത്, ഇയാൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ രീതിയിൽ പറയുന്നവരുണ്ടാവും. അല്ല, അതിപ്പോൾ ആരും ക്രിട്ടിസൈസ് ചെയ്യാവുന്നൊരു കാലഘട്ടമാണല്ലോ. അതൊരു കാര്യം. നമ്മൾ പറയാതെ ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കാതെ പ്രവർത്തിക്കുക. അപ്പോൾ വിശ്വസിക്കണവരൊപ്പം നിൽക്കും. അല്ലാത്തൊരു നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കർമ്മം ചെയ്യലാണ് നമ്മുടെ പണി, ഫലം ചിന്തിക്കലല്ല. പണിയെടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ എന്നെ കൊണ്ട് സന്തോഷമുണ്ട്. സുജിത്തിനെ ഞാൻ ഒരുപാട് വീഡിയോയിൽ യാത്രാ വിവരണം എന്നുള്ള ലെവലിൽ, യാത്ര ഇഷ്ടപ്പെടുന്നുള്ള ലെവലിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ്. ഓക്കെ.
അപ്പം അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് ഭഗവാനൊരു അനുഗ്രഹം, സന്തോഷം. പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്ന സമയത്ത് ഈ സ്പിരിച്വൽ ക്രിറ്റിസിസം വളരെ കുറവായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ച് കാണാം. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അമൃതാനന്ദമയ്യെ പോലുള്ള ആൾക്കാർ പോലും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് കുറച്ചു. ഇപ്പം പണ്ടൊക്കെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ പോലും പ്രസൻസ് കുറയുകയുണ്ടായി. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാര്യമായിട്ട് അമ്മയുടെ സംഭവങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. എന്തെങ്കിലും കുറച്ച് ടി വിയിലൊക്കെ കാണും എന്നുള്ളതൊക്കെ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സദ്ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നിങ്ങളുടെ വിശ്വാസങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ, അല്ലേ? ഇപ്പോൾ സദ്ഗുരു ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അപ്പോൾ പല സംഭവങ്ങളും സോഷ്യൽ മീഡിയ ഈസ് വെരി ഈസി. അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ക്രിറ്റിസിസത്തെ ഭയങ്കരമായിട്ട് നേരിടേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ക്രിറ്റിസിസംസ് കേൾക്കാറുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് അല്ലെ കാണുന്നത്? ഏം, എന്ത് എനിക്ക് അത്ര വലിയ ക്രിറ്റിസിസം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ചെറിയ ചെറിയ ലെവലുകൾ. കുറച്ചുകൂടെ ആക്ടിവായിട്ട് ഇറങ്ങി നോക്കാം, അന്നേരം അറിയാം. അല്ലല്ല, വരും വരും വരും, അതറിയാം. അത് വരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ വിശ്വാസം അയാളുടെ വിശ്വാസം കൊണ്ട് നടക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാളുടെ അനുഭവങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ അടുത്ത്, എനിക്ക് വിശ്വാസമില്ല, തെളിയിച്ച് കാണിക്കും. ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുള്ളൂ. എനിക്ക് സൗകര്യമില്ല, എനിക്ക് പറയാതെ പറയുന്നത് എടുക്കും. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു, അല്ല ഞാൻ നിന്നെ എതിർത്തോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊരാളെ പോയിട്ട് ഒരാൾ അവിടെ മാർക്കിടാൻ വേണ്ടി ഇരിക്കുക, നമ്മൾ വന്നിട്ട് അല്ല ഇങ്ങനെ പോയിന്റുകളുണ്ട് അപ്പോൾ അവൻ അത് വെട്ടിയിട്ട് പുതിയ പോയിന്റ് കൊണ്ടുപോകാന്ന് പറയാം, വീണ്ടും കൊണ്ട് ആ പണിക്കൊന്നും ഞാൻ നിൽക്കില്ല. സൗകര്യമുള്ളൊരു വിശ്വസിച്ചാൽ മതി, സൗകര്യമുള്ള വിശ്വസിക്കേണ്ട. ഞാൻ നിങ്ങളെ എതിർത്തോ, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് ഭഗവാൻ പറഞ്ഞു പണിയെടുക്കണം, ഭഗവാൻ പണി നിർത്താൻ പറഞ്ഞാൽ നിർത്തും, ഇത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആർക്കും അവിടെ ഇരിക്കാൻ പറ്റുക? മോദിജിനെ എന്തൊക്കെ പറയുന്നുണ്ട്, ഈ പിണറായി ഇവിടെ 10 കൊല്ലം ഭരിച്ചതല്ല, അദ്ദേഹത്തെ എന്തൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റുമോ? ലാലേട്ടൻ എന്തൊക്കെ പറയുന്നുണ്ട്? അങ്ങനെ നോക്കിയാൽ അതൊക്കെ പോട്ടെ, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നടക്കും, മൈൻഡ് ചെയ്യില്ല. ഈ ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന് ലയൺ മയൂര എന്നൊക്കെ പറഞ്ഞ പേര് വരാൻ കാരണം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? അത് ഭഗവാന്റെ കിങ്ഡം, മുരുകവാദത്തിൽ മുരുകവാന്റെ സിംഹാസനം, മുരുകവാന്റെ രാജ്യം, അതിനുള്ള പ്രവർത്തിക്കുന്ന സംഘടന. ലയൺ എന്ന് പറയുന്ന നരസിംഹമാണ്, മയൂര എന്ന് പറഞ്ഞ മുരുകാണ്. മുരുകവാന്റെ കിങ്ഡം, രാജ്യം, സാമ്രാജ്യം, അത് കുമാരികാണ്ടാണ്. ആ കുമാരികാണ്ഡത്തിൻ്റെ എനർജി തിരിച്ചു വരുന്ന സമയമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളൊരു ശരിക്കും ഒരു ഇന്റർനാഷണൽ സംഘടനയാണോ ഇപ്പോൾ? ആണോ? ഒരുപാട് ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്? കുറേ രാജ്യങ്ങളുണ്ട്. നമ്മുടെ കൂടുതലും മലയാളികളാണ്, തമിഴ് ആൾക്കാരാണ്, ഇപ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യക്കാരുണ്ട്. ഓക്കെ. അടുത്തൊരു 25 വർഷം കൊണ്ട് നിങ്ങളുടെ ഈ ഒരു സംഘടന ഏത് രീതിയിലേക്ക് വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒന്നും ചിന്തിക്കാറില്ല. ഒന്നും ചിന്തിക്കാറില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം മുരുകൻ. അതായത് ഇപ്പോൾ ഞാൻ മെയ് 1 എൻ്റെ യാഗം ഞാൻ കഴിഞ്ഞോടുകൂടി എൻ്റെ ഓൾമോസ്റ്റ് വർക്കുകൾ കഴിഞ്ഞു. ഇനി 2-3 വർക്കും കൂടെ ഉള്ളൂ. അത് തുടങ്ങാൻ പറഞ്ഞിട്ടില്ല. ഒരു അമ്പലം, അവിടെ ഭഗവാന്റെ സിംഹാസനം, ഒരു മുരുക സമ്മേളനം, പഴയ ആൾക്കാർ വിട്ടുപോയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വലിയൊരു മുരുക സമ്മേളനം, ഒരു യാഗം, ഭക്തിയാഗം. ഇത്ര ഡ്യൂട്ടിയാണ് എനിക്ക് ഭഗവാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതിലേക്ക് ഇറങ്ങാനുള്ള സമയം പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഇപ്പോൾ വളരെ നിശബ്ദമായിട്ട് ഇരിക്കുന്ന സമയമാണ്. ഈ നാളെ ഭഗവാൻ പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞു, എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, നീ പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തും. ഇത് നാളെ എങ്ങനെയാവണം ഒരു പ്ലാനും ഇല്ല, ചെയ്യാൻ പറ്റില്ല. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം അനങ്ങാൻ പറ്റില്ല. എന്താ പറയണ അതിനനുസരിച്ച് പോവുക. ശരിക്കും എനിക്ക് തോന്നുന്നു ലാലേട്ടനെ സംബന്ധിച്ച് ഒന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നരസിംഹ സിനിമയിലെ പാട്ടില്ലേ, പളനിമല മുരുകന് പള്ളിമേലായതെന്നും പറഞ്ഞുകൊണ്ട് ആ പാട്ടും ഇതും ലാലേട്ടനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു റിലേഷൻസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ലാലേട്ടൻ ശരിക്കും ഒരു മുരുകഭക്തനാണോ? നല്ല ഒരു ഭക്തനാണ് ആണല്ലേ? ശരിക്കും. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടാണ് അദ്ദേഹം എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ആളുടെ മാനേജർ വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ രസമുള്ള കാര്യം തൊടുപുഴ വെച്ച് കാണണം. അന്ന് അദ്ദേഹം സിനിമ ഷൂട്ടിങ്ങിലായിരുന്നു. ഏത് പടം അറിയാം? തുടരും. അതിൽ അദ്ദേഹത്തിന്റെ പേര് ഷൺമുഖം എന്നാണ്. അദ്ദേഹത്തിന് മാല, മുരുകന്റെ ഒരു മാല അദ്ദേഹം കഴുത്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും പെട്ടെന്ന് കണക്ട് ആയത്. അദ്ദേഹം അതിൽ മുരുകാന്ന് അദ്ദേഹം കൈ നിർത്തതാ. മുരുകാന്നൊരു വിളിയില്ലേ സ്പെൻഡ് ചെയ്യുമ്പോഴും അവസാനം, അത് സ്ക്രിപ്റ്റിലില്ല, ലാലേട്ടൻ പറഞ്ഞിട്ട് ചേർത്തതാ. അത് കഴിഞ്ഞ ശേഷം
പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കും, ഞാനും വിളിക്കും, പിന്നെ ഇടയ്ക്ക് കാണും. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കാണാറുണ്ട്, ചെന്നൈയിൽ കാണാറുണ്ട്. ഭയങ്കര മൃഗവൽത്തന, ഒരുപാട് നല്ല, പിന്നെ സ്പിരിച്വലിൻ്റെ ഭയങ്കര ഒരു ഓറയുള്ള ആളാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നമ്മുടെ കയ്യിലല്ല, നടക്കണത് നടക്കട്ടെ എന്ന് പറയുന്ന മാനസികാവസ്ഥ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് പറയാം, അത് നടക്കും, അത് നടക്കട്ടെ, അങ്ങനെ പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ, കാരണം ആ ലെവലിലേക്ക് കയറിപ്പോയിട്ടുള്ളതാണ്. ഓക്കെ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് ദൃശ്യം പോയി കണ്ടത്, ഓക്കെ ദൃശ്യത്തിൻ്റെ റിലീസിൻ്റെ ദിവസം. ഓക്കെ ഇപ്പോൾ സാക്ഷാൽ മുരുകൻ ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഒപ്പം ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു മൈക്കും ഉണ്ട് അദ്ദേഹത്തിന്, പോഡ്കാസ്റ്റിൻ്റെ കൂട്ടത്തിലിരിക്കുക. നമ്മൾ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അദ്ദേഹം എന്തായിരിക്കും ഇന്ന് പറയുക? കർമ്മം ചെയ്യൂ, വിശ്വസിക്കൂ, മുന്നോട്ട് പോകും, ഞാനുണ്ട് കൂടെ. ഇത് തമിഴൊരു ഭാഗമുണ്ട്, ഞാനിരിക്കും ഭയം എതുക്ക്, അതാണ് എൻ്റെ ഏറ്റവും ബേസ്. ഞാനുള്ളപ്പോൾ എന്തിനാ ഭയക്കണേ, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ സംരക്ഷണം, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പം ഉണ്ട് എപ്പോഴും. വിശ്വസിക്കുക, വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി നിർത്താൻ തോന്നില്ല, പക്ഷേ നമുക്ക് എന്തിപ്പോൾ നിർത്തണം, കാരണം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് നമുക്കിനി വീണ്ടും ഇരിക്കാം. നമ്മൾ ഒരുമിച്ച് പണിക്ക് പോകണം. അത് 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 നമുക്ക് വ്ളോഗ് ചെയ്യാം, അത് ഞാൻ വീഡിയോ ഇടാം, എന്നിട്ട് നമുക്ക് ടെക് ട്രാവലിംഗ് ചാനൽ ഇടാം. കാരണം ഞാനും അതിനകത്ത് വീഡിയോ ഇടാൻ കുറച്ച് നാളായി, കൊച്ചി വിട്ട് പുറത്തു പോയിട്ട് കുറച്ചധികം നാളായി. നമുക്ക് ഒരുമിച്ച് തീർച്ചയായും നമുക്കൊരു ദിവസം പളനി പോകാം, എനിക്കൊന്ന് സുഖമായിട്ട് അവിടെ തൊഴണം. അതിലുപരിയായിട്ട് ലെറ്റ് മീ സി പഴനി. നമുക്ക് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ വല്ലാണ്ട് പ്രണയിക്കും. ഇപ്പോൾ കണക്ക് ടീച്ചർ ഭയങ്കര മുരടത്തിയാണെങ്കിൽ നമ്മൾ കണക്കിനെ വെറുക്കും. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറ് ഭയങ്കര നല്ലൊരു സാറാണ്, നമ്മളോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ഇഷ്ടപ്പെടും. എന്ന് പറയുന്ന പോലെ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പം എനിക്കിതുവരെ പളനി അമ്പലത്തിൽ പോയിട്ട് നല്ലൊരു അനുഭവം കിട്ടിയിട്ടില്ല. സോ ലെറ്റ് മീ സി, എനിക്ക് താങ്കളോട് വരുമ്പോൾ പളനി അനുഭവത്തിൽ അല്ല, അങ്ങനെയല്ല, അനുഭവം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഫീല്, ഒരു ഡിഫറെൻറ്റ്, എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ എന്താണ് എനിക്ക് കിട്ടുന്നത് ഞാൻ നോക്കട്ടെ. ഇത് കാണുന്നവരോടും പറയണത്, എപ്പോഴും പോകുമ്പോൾ ഗിരിവലം ഒന്ന് ചെയ്യും. ഏതാണ് ഗിരിവലം? പഴനിമലയ്ക്ക് ചുറ്റൊന്നും നടക്കുക, ആ, ഒന്നുകിൽ പുലർച്ചെ താഴെ കൂടെയോ? താഴെ 2.5 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? അത് കാലത്ത് ഒന്നുകിൽ ഒരു 7 മണി, ചൂടാവണ മുമ്പ് 7-7:30 അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6:30 ശേഷം. അപ്പോൾ കിട്ടണ അനുഭൂതി ജീവിതത്തിൽ മറക്കില്ല, ഞാൻ ഉറപ്പ് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നലെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. ലെറ്റ് സി. അപ്പോൾ പുസ്തകം വായിച്ചിട്ടിരിക്കാം, പഴനി യാത്ര പോവാം. പിന്നെ നിങ്ങളുടെ യാഗം എന്നാണെന്ന് പറഞ്ഞത്? കഴിഞ്ഞു, ഇനി അടുത്ത് അറിയില്ല, ഭഗവാൻ പറയുമ്പോൾ മാത്രം അറിയാം. സിക്കിമിലെ യാഗം കഴിഞ്ഞു. ശരിയാ, May കഴിഞ്ഞു, മെയ് 1-നായിരുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വണങ്ങിയിരിക്കുക. എനിക്കൊന്ന് താങ്കളുമായിട്ട് പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ട്, കാരണം കണ്ടിന്യൂറ്റി എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തർ. സന്തോഷം. അപ്പോൾ സാക്ഷാൽ മുരുകനും എൻ്റെ എല്ലാവിധ നന്ദിയും. അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരണമായ നമ്മൾ. Yeah.